നിങ്ങളൊരു 10 രൂപ വെച്ചുകൊണ്ട് ലക്ഷപ്രഭുവാകണമെന്ന് വിചാരിക്കുന്നുണ്ടോ? ചിട്ടികൊണ്ട് വലിയൊരു ലാഭം കൈക്കലാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പലിശ അടച്ച് നിങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടോ? പലിശയില്ലാതെ നിങ്ങൾക്ക് ലോൺ വേണോ? എങ്കിൽ വന്നാലും BC ഫൈനാൻസ് കമ്പനി നിങ്ങളെപ്പോലുള്ളവരെയാണ് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ചെറിയ പരസ്യം വലിയൊരു റെവല്യൂഷൻ തന്നെയാണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്ത് ഞാനൊരു ജോലിക്കാരനായിരുന്നു. ഇന്ന് വിക്രം സാറ് കാരണം ഞാനൊരു ഓണറായി. BC കമ്പനിയിൽ ലോൺ എടുത്തുകൊണ്ടേ എന്റെ മോനെ ഞാൻ വിദേശത്ത് പഠിപ്പിക്കുക. ഞാൻ എന്റെ കുടുംബത്തിന് ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം കാരണമാണ് ഇന്ന് ഈ നിലയിലെത്തിയത്. വിക്രം സാറിന്റെ കാരുണ്യം കൊണ്ടാണ് ഞങ്ങളുടെ കുട്ടികൾ ഇന്ന് നല്ല നിലയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. BC കമ്പനിയിൽ ഞങ്ങളുടെ പിള്ളേരുടെ പേരിൽ 10 രൂപ സ്കീം തുടങ്ങിയിട്ടുണ്ട്. കാറ് വാങ്ങാനുള്ള ആഗ്രഹം BC കമ്പനിയാണ് സാധിച്ചു തന്നത്. അദ്ദേഹമാണ് എന്റെ ദൈവം. ഞങ്ങളുടെ ദൈവം അദ്ദേഹം. താങ്ക്സ് ടു വിക്രം ഫൈനാൻസ് കമ്പനി. യെസ്. ഇതൊക്കെ ചെയ്യുന്നത് ആരാണെന്ന് അറിയാമോ? ദ ഫേമസ് ആർട്ട് ബിൽഡർ ഓഫ് ഇന്ത്യ മിസ്റ്റർ വിക്രം ചക്രവർത്തി. റീസെന്റ് ആയി വേൾഡ് ഫേമസ് ആയ ഫോബ്സ് 50യുടെ ടോപ്പ് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഇദ്ദേഹം. എന്നാൽ ഈ കമ്പനി വിമർശനങ്ങളെ നേരിടുന്നു. കൊള്ളപ്പലിശ വാങ്ങിച്ച് എന്നെയും പറ്റിച്ചിരിക്കുക ഈ VC കമ്പനി. സാധാരണക്കാരെ പറ്റിച്ച് ജീവിക്കുന്ന ഇവരെയൊന്നും വെറുതെ വിടരുത്. എടാ വിക്രം ചക്രവർത്തി, നീ ഒരിക്കലും ഗുണം പിടിക്കില്ല. ഈ വിമർശനങ്ങൾക്കെതിരെ അദ്ദേഹം ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ഭാഗ്യമെന്ന് പറയട്ടെ, അദ്ദേഹം ആദ്യമായി വി ക്യാൻ വിത്ത് റോജ എന്ന നമ്മുടെ ടോക്ക് ഷോയിൽ പങ്കെടുക്കുന്നു. ഹായ് സർ, വെൽക്കം ടു മൈ ഷോ. ഹലോ, താങ്ക് യു. ഒന്ന് ചോദിച്ചോട്ടെ സർ, താങ്കളുടെ സക്സസിന്റെ സ്ട്രാറ്റജി ഒന്ന് പങ്കുവെക്കാമോ? മൈ സക്സസ് സ്ട്രാറ്റജി ഈസ് സിമ്പിൾ. മൈ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് സർവീസസ്. താങ്കളുടെ കമ്പനിക്കും മറ്റു കമ്പനിക്കും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറയോ? അതായത് എന്തിനു വേണ്ടിയാ താങ്കളുടെ കമ്പനിയിൽ ലോൺ വാങ്ങുന്നത്? എന്തിനാണ് 10 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഫസ്റ്റ് തിങ് വിശ്വാസം. ആൻഡ് ദി സെക്കൻഡ് തിങ് ഈസ് 0% ഇൻട്രസ്റ്റ്, ലോ ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ഹയർ പ്രോഫിറ്റ്. താങ്കൾ മിഡിൽ ക്ലാസിനും ലോയർ മിഡിൽ ക്ലാസിനുമല്ലേ ലോൺ കൊടുക്കുന്നത്? മാത്രമല്ല അവരെ തന്നെയാണ് ഇൻവെസ്റ്റേഴ്സുമായിട്ടും ചൂസ് ചെയ്തിരിക്കുന്നത്. അവർ താങ്കളെ പറ്റിച്ചേക്കുമോ എന്ന് എപ്പോഴെങ്കിലും താങ്കൾക്ക് തോന്നിയിരുന്നു? മിഡിൽ ക്ലാസ് ഒക്കെ പറ്റിക്കപ്പെടുകയല്ലാതെ അവരാരെയും പറ്റിക്കില്ല. പാവങ്ങൾ വളർന്നു വന്നാലേ ഇന്ത്യൻ എക്കണോമിക്ക് ഒരു വളർച്ചയുള്ളൂ. അവരാണ് എന്റെ ടാർഗറ്റ്, പാവങ്ങൾ. പക്ഷേ ദിവസവും 10 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ വർഷത്തിൽ 3650 രൂപയാകും. അതുതന്നെ 5 വർഷത്തേക്കാണെങ്കിൽ 18250 രൂപയാകും. പക്ഷേ നിങ്ങൾ 50,000 എങ്ങനെയാ നൽകുന്നത്? ആ സ്കീം മെച്ചൂർഡായ ശേഷം താങ്കൾ എമൗണ്ട് വേറെ സ്കീമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് വീണ്ടും 5 വർഷത്തേക്ക് എന്തിനാ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്? ഞങ്ങൾ സ്കീം അപ്ഡേറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഞങ്ങളുടെ ഇൻവെസ്റ്റേഴ്സിനാണ് ബെനിഫിറ്റ്. അവർ ഞങ്ങളെ വിശ്വസിച്ചാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഞങ്ങളുടെ കമ്പനിയുടെ ലക്ഷ്യം അവരുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുക എന്നതാണ്. ബട്ട് 35% പീപ്പിൾസ് ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് യുവർ കമ്പനി സർവീസസ് എന്നാണ് പറയുന്നത്. അതിന് താങ്കളുടെ മറുപടി എന്താ? ഈ റേഷ്യോ എന്ന് പറയുന്നത് ഫ്രീക്വന്റ് ആയിട്ട് മാറുന്ന ഒരു കാര്യമാണ്. ജസ്റ്റ് ലൈക്ക് യുവർ TRP റേറ്റിംഗ്. ഓൺ ദി പോസിറ്റീവ് സൈഡ് 65% ആളുകളും ഞങ്ങളുടെ സർവീസിൽ സാറ്റിസ്ഫൈഡ് ആണ്. കസ്റ്റമർ സർവീസസ് ഈസ് അവർ ടോപ്പ് പ്രയോറിറ്റി. പ്രവൃത്തിയാണ് വാക്കുകളെക്കാൾ കൂടുതൽ പ്രാവർത്തികം. ആക്ഷൻ സ്പീക്സ് ലൗഡർ ദാറ്റ് വേർഡ്സ്. 2009 ഞങ്ങൾ 10 രൂപ സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇറ്റ് വാസ് എ ഗ്രേറ്റ് സക്സസ്. അതിനുശേഷം 2010 0% ഇൻട്രസ്റ്റ് ലോൺ കൊടുത്തു. അതും സക്സസ് ആയിരുന്നു. കഴിഞ്ഞ 13 വർഷങ്ങളായി വി ആർ സീൻ കൺസിസ്റ്റന്റ് ഗ്രോത്ത്. ഫോക്സ് ലിസ്റ്റിൽ ഞങ്ങൾ ടോപ്പ് 15-ലുണ്ട്. പക്ഷേ താങ്കളെ കുറിച്ച് എന്തുകൊണ്ടാ ഇത്രയും കോൺട്രവേഴ്സി വരുന്നത്? താങ്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തതായി നിങ്ങൾ തെളിയിക്കുകയാണെങ്കിൽ ഐ ആം റെഡി ടു ഹാങ്. താങ്കളുടെ നെക്സ്റ്റ് വെഞ്ചർ എന്താണ്? ഇലക്ട്രിക്കൽ ഓട്ടോമൊബൈൽസ്. അതിനുവേണ്ടി കുറച്ചു നാളിനുള്ളിൽ UK പോവുക. സർ, ഈ റെവല്യൂഷണറി പ്രോജക്റ്റ് കാരണം താങ്കളുടെ ജീവിതത്തിന് എന്തെങ്കിലും ഭീഷണി ഉണ്ടാവുമോ? ഐ ആം റെഡി ടു ഫേസ് എനിത്തിങ്. ഗ്രേറ്റ്. ഐ ട്രൂലി അഡ്മയർ യു സർ. താങ്ക് യു ഫോർ യുവർ ടൈം. Let's congrats Vikram for entering into the 4th place. Let's enjoy the party. Woo!
സാർ സാർ പോലീസ് കൺട്രോൾ റൂം, എന്താ വിളിച്ചേ? എന്റെ സിഒ സാറിനെ ആരോ കൊന്നു കളഞ്ഞു സാർ, ഒന്ന് പെട്ടെന്ന് വരണം. നിങ്ങൾ പാനിക് ആവണ്ട, അവിടെ എങ്ങോട്ട് ടച്ച് ചെയ്യാതെ നോക്കുക. നിങ്ങളെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ ഇൻഫോം ചെയ്തോളാം. CI രുദ്രൻ സാറാണോ? ഹലോ, ഹലോ, BC കമ്പനി CEO വിക്രം ചക്രവർത്തി കൊല്ലപ്പെട്ടുവെന്ന് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഇയാൾ ലൈനിൽ വെയിറ്റ് ചെയ്യ്, ഞാൻ കമ്മീഷനായിട്ട് കോൺഫറൻസ് കോളിൽ വരാം. ഓക്കെ സർ. ഹലോ സർ, ഇതൊരു പബ്ലിക്കായിട്ട് ബന്ധപ്പെട്ട കേസാണെന്ന് അറിയില്ലേ? ഇത് വളരെ കെയർഫുൾ ആയിട്ട് കൈകാര്യം ചെയ്യേണ്ട കേസാണ്. ഈ കേസ് നമ്മളൊരു ബെസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറെയാണ് ഏൽപ്പിക്കേണ്ടത്. രുദ്ര, സനാതനെ വിളിക്കേ. ഓക്കെ സർ, ലെറ്റ്സ് ഗോ. എവിടേക്കാണ് സാർ പോകുന്നത്? BC ഓഫീസിലേക്ക്. വിക്രം ചക്രവർത്തി സാർ മരിച്ചുപോയോ? അല്ല, അതിന് നിങ്ങളെന്തിനു ഫീൽ ചെയ്യുന്നു? ഞാൻ ആ കമ്പനിയിൽ 10 രൂപ സ്കീം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സാർ. അടുത്ത മാസം എനിക്ക് കാശ് വരേണ്ടതാ. ഇപ്പോഴാണെങ്കിൽ വിക്രം സാറ് മരിച്ചുപോയി. ഇനി ഞങ്ങളുടെ അവസ്ഥ എന്താവും സാർ? നിങ്ങൾക്ക് മാത്രമല്ല, പുറത്തുള്ള പലരുടെയും അവസ്ഥ തന്നെയാ. ഇപ്പോൾ കിട്ടിയ വാർത്ത, BC ഫൈനാൻസ് കമ്പനി CEO വിക്രം ചക്രവർത്തിയെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തി. ഇതിന്റെ കാരണം എന്താണെന്നും ഇതാരാണ് ചെയ്തതെന്നും ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. സനാതൻ, നീ ഉടൻ തന്നെ BC കമ്പനിയിൽ എത്തണം. ഫോർവാർഡ്. BC കമ്പനിയുടെ CEO വിക്രം ചക്രവർത്തി കൊല്ലപ്പെട്ടു. യു നീഡ് ടു ഇൻവെസ്റ്റിഗേറ്റ് ദ കേസ്. ഐ ആം ഓൺ മൈ വേ. ഈ സനാതൻ എന്ന് പറയുന്ന ആരാണ് സാർ? CSI, ക്രൈം സീൻ ഇൻവെസ്റ്റിഗേറ്റർ. NI എന്നും കേട്ടിട്ടുണ്ട്, CBI എന്നും കേട്ടിട്ടുണ്ട്. പക്ഷേ ഈ CSI എന്ന് പറഞ്ഞാൽ എന്താണ് സാർ? ക്രൈം സീനിൽ തെളിവെടുക്കുമ്പോൾ ക്ലൂസ് ഡിപ്പാർട്ട്മെന്റ് CSIയുടെ സാമീപ്യത്തിലാണ് ചെയ്യുക. അവർക്ക് അവിടെ നിന്ന് കിട്ടുന്ന എവിഡൻസ് ഫോറൻസിക് ലാബിൽ കൊടുത്ത ഉടനെ അവർ സൂക്ഷ്മമായി പരിശോധിച്ച് മാക്സിമം കേസുകളും സോൾവ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഫുട് പ്രിന്റ്, ഫിംഗർ പ്രിന്റ്, ഹെയർ, DNA എക്സെട്ര. ഒരു ക്രൈം സീൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതാണ് CSIയുടെ സ്പെഷ്യാലിറ്റി. ഓ, അക്കാര്യത്തിൽ എൻ്റെ ഫ്രണ്ട് സനാതൻ ഈസ് ദ ബെസ്റ്റ്. ഞാനും അവനും ഒരുമിച്ചാണ് പോലീസ് ചേരാൻ ശ്രമിച്ചത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവന് ഒരു പോലീസ് ആവാൻ കഴിഞ്ഞില്ല. ഡൽഹി ഫോറൻസിക് യൂണിവേഴ്സിറ്റിയിലെ ക്രിമിനോളജി കംപ്ലീറ്റ് ചെയ്തു. ഇൻവെസ്റ്റിഗേഷനിലെ ടോപ്പിലവൻ. അവനൊരു കേസ് സോൾവ് ചെയ്യുന്ന വിധം ശരിക്കും വളരെ യൂണിക്കായിരിക്കും. ഈ യൂണിക് എന്ന് പറഞ്ഞാൽ എന്താണ് സാർ? കുറച്ചു ദിവസം മുമ്പ് ഹോം മിനിസ്റ്ററുടെ മകൾ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടു. ഞങ്ങളെല്ലാവരും ഒരു ക്ലൂ എങ്കിലും കിട്ടാൻ വേണ്ടി അവിടെ എല്ലാം അരിച്ചു പെറുക്കി. നടക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യാം സർ. ഷുവർ. ഹായ് അളിയ. ഓക്കെ സർ. ഹായ് സനാതൻ, എന്തൊക്കെയുണ്ട്? സുഖം തന്നെ അളിയ. ഹൗ ഈസ് യുവർ ക്രിമിനോളജി ഗോയിങ് ഓൺ? റീസെന്റ് ആയിട്ട് ഒരു പ്രോജക്റ്റ് വർക്ക് ചെയ്തോണ്ടിരിക്കുക അളിയ. അപ്ഡേറ്റഡ് ക്രൈംസ് അത്. അതില് ആ, എന്ത് ചെയ്യാ അവിടെ? എത്ര പേരെ അങ്ങോട്ട് അയച്ചത്? എടോ, ഒരു 3 ടീമിനെ അങ്ങോട്ട് അയക്കാൻ പറഞ്ഞതല്ലേ? ഒറ്റ വണ്ടി പോലും മിസ്സാവരുത്. താനൊക്കെ അവിടെ എന്തെടുക്കാ? സമയം 10 മണി കഴിഞ്ഞു. മോളുള്ളമാരെ എന്നോട് ചോദിക്കുള്ളൂ. എപ്പോഴും ഇങ്ങോട്ട് വിളിച്ചോണ്ടിരിക്കണം. ആ, എന്തിനെങ്ങനെ ടെൻഷനാണ്? അപ്പാ എന്ത് പറയാനാ, ഹോം മിനിസ്റ്റർ മോളെ തട്ടിക്കൊണ്ട് പോയെന്ന് ഒരു CCTV ഫുട്ടേജ് കിട്ടിയിട്ടുണ്ട്. ഇറ്റ്സ് ഓഫ് നോ യൂസ്. 1 മിനിറ്റ്. CCTV ഫുട്ടേജ് വെച്ച് ട്രേസ് ഔട്ട് ചെയ്യാമല്ലോ. അളിയ, കാൻ ഐ ഗോ ത്രൂ? റീസെന്റ് ആയിട്ട് ഡൽഹിയിലെ ഒരു കേസ് ഞാൻ ഇതുപോലെ സോൾവ് ചെയ്തത്. ഷുവർ, വാ പോ. ഓക്കെ. ഹേ ഹായ്. രുദ്ര, എന്തൊക്കെയുണ്ട് വിശേഷം? സൂപ്പർ ആയിരിക്കുന്നു. ടീം, ഹീസ് സനാതൻ. റെസന്റ് ആയിട്ട് ക്രിമിനോളജി കഴിഞ്ഞ് വന്നേ ഉള്ളൂ. എവിടെ ആ CCTV ഫുട്ടേജ് ഒന്ന് പ്ലേ ചെയ്തേ. One more. യെസ് സർ. One more.
One more. One more. Sir? Hey, wait. Sumi? Little bit closer. Sir, I think this footage has been tampered. അത്ര കോൺഫിഡൻ്റ് ആയിട്ട് എങ്ങനെ പറയാൻ പറ്റുക? ഈ ലോകത്തിലുള്ള എന്തായാലും ശരി, മനുഷ്യനാണെങ്കിലും മൃഗമാണെങ്കിലും മരമാണെങ്കിലും 4:30 PM ലോങ്കർ ഷാഡോ ലെഫ്റ്റോ റൈറ്റോ ആകാനാണ് സാധ്യത. എന്നാ ഈ ഫുട്ടേജിൽ 4:30 PM എന്നാ കാണിക്കുന്നത്. ആ കുട്ടിയുടെ ഷാഡോ അതിന്റെ കാൽ കീഴിലാണ്. അങ്ങനെയെങ്കിൽ സൺലൈറ്റ് അവളുടെ തലയുടെ മുകളിലാണ് പതിഞ്ഞിരിക്കുന്നത്. സോ ദ കിഡ്നാപ്പേഴ്സ് ഡൺ ബിറ്റ്വീൻ 12 to 1. നല്ല ബുദ്ധിപൂർവ്വം കിഡ്നാപ്പർ ഫുട്ടേജ് ടാമ്പർ ചെയ്തിരിക്കുകയാണ് സർ. എവിടെ വെച്ചാണ് കിഡ്നാപ്പിംഗ് നടന്നത്? ലിംഗംപള്ളി ഗുൽമാഗർ അപ്പാർട്ട്മെന്റ്സിന്റെ അടുത്താ. ഓക്കെ. രാവിലെ 10 to 12 സമയത്ത് ഈ കാർ അതിലെ പാസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കി. ആ കാർ അതിലെ 18 പ്രാവശ്യം പാസ് ചെയ്തിട്ടുണ്ട് സാർ. പക്ഷേ ഒരേ ഒരു പ്രാവശ്യം നിർത്തിയിട്ടുള്ളൂ. കിഡ്നാപ്പർ സിഗരറ്റ് വലിച്ചുകൊണ്ടാണ് കാറിൻ്റെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. പോസ് ചെയ്തേ. ഇനി സൂം ചെയ്. കുറച്ച് ക്ലോസ് കാണിച്ചേ. ഇവനാണോ? ലാസ്റ്റ് ലൊക്കേഷൻ കാണിച്ചേ. ലാസ്റ്റ് ലൊക്കേഷൻ ഈവനിങ്ങിൽ ലിംഗംപള്ളിയിലാണ് സാർ. അതിനുശേഷം സിഗ്നൽ കട്ടായിട്ടുണ്ട്. രുദ്ര, we need a hacker. ഓക്കെ. അപ്ഡേറ്റ് മീ. സനാതൻ, കം. Yes, sir. Hi, sir. This is Krish, data analyst cum hacker. നീ ഒരു മൊബൈൽ കമ്പനി സെർവറെ ഹാക്ക് ചെയ്യണം. Sir, it's impossible, sir. And it's complicated too. We need access and approval, sir. നീ തന്നെ ഇല്ലീഗലാ, എന്നിട്ടാണോ ലീഗലിനെ കുറിച്ച് പറയുന്നത്? പറഞ്ഞു ചെയ്യടാ. അപ്രൂവൽ വിൽ ബി മേക്ക് ഇറ്റ്. കിഡ്നാപ്പർ പോയിക്കൊണ്ടിരിക്കുന്ന ലൊക്കേഷൻ ഇന്നലെ ഈവനിങ് ലിംഗംപള്ളി വരെയുള്ളത് ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഇപ്പോൾ ഉള്ള ലേറ്റസ്റ്റ് ടെക്നോളജി വെച്ച് നോക്കുമ്പോൾ ഫോഴ്സ് ലോഗിങ്ങിലൂടെ ഒരുപക്ഷെ ഫോണിന് സ്വിച്ച് ഓഫ് ആയാൽ പോലും നമുക്ക് ലൊക്കേഷൻ ട്രേസ് ചെയ്യാൻ കഴിയും. അത് ലീഗലായിട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഒന്നുമില്ല. ഫോണിന്റെ IMEI നമ്പർ വെച്ച് മൊബൈൽ സ്വിച്ച് ഓഫ് ആയാൽ പോലും ലൊക്കേഷൻ നമുക്ക് ട്രാക്ക് ചെയ്യാൻ കഴിയും. അവർ ഫോൺ ഓൺ ചെയ്യുന്നവരെ നമ്മൾ കാത്തിരിക്കേണ്ട ഒരാവശ്യമില്ല. ഈ പ്രോസസ് ലീഗലായിട്ട് പ്രൊസ്യൂട്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അതിനുള്ള സമയം നമുക്കില്ല. ഈ സമയം കൊണ്ട് കിഡ്നാപ്പർക്ക് ആ കുട്ടി എന്ത് വേണമെങ്കിലും ചെയ്യാം. I can use this process illegally by hacking the mobile company server. Give me a minute. സർ, കുട്ടിയെ ട്രേസ് ചെയ്യാനായിട്ട് ഒരു പ്രോസസ് ഉണ്ട്. പക്ഷെ അത് ലീഗലല്ല. നിങ്ങൾ ലീഗലായിട്ട് പോയാലും ഇല്ലീഗലായിട്ട് പോയാലും അത് നിങ്ങളുടെ ഇഷ്ടം. എനിക്ക് എൻ്റെ കുട്ടിയെ കിട്ടണം. എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും ഞാൻ തീർത്തോളാം. ഓക്കെ സർ. സനാതൻ. യെസ്, ലെറ്റ്സ് ഡു ഇറ്റ്. Superb. Let's start the mission. യെസ് സർ, നിങ്ങൾ പറഞ്ഞ മൊബൈൽ കമ്പനിയുടെ സെർവർ ഹാക്ക് ആയിട്ടുണ്ട് സർ. ഏത് നമ്പറാണ് വേണ്ടേ? വീണ്ടും IMEI നമ്പർ ആ സെർവറിൽ ചെക്ക് ഷുവർ സർ. Yes sir, we got the location.
ജോലി ചെയ്യോ. ചെയ്യൂലോ. നീ ഒന്നും മാറില്ലല്ലേ. വാ മോളെ. മോളെ, താങ്ക് യു സോ മച്ച് കമ്മീഷണർ സാർ. ഇതിന്റെ ക്രെഡിറ്റ് സനാതനുള്ളതാണ്. യാ യങ് മാൻ. ഈ കേസ് വളരെ ഭംഗിയായി നിങ്ങൾ കൈകാര്യം ചെയ്തു. സനാതൻ, പ്ലീസ് ഷെയർ യുവർ എക്സ്പീരിയൻസ് ഓൺ ക്രിമിനോളജി ടു ദ ഡിപ്പാർട്ട്മെന്റ്. ഷുവർ സർ. ഈ ലോകത്ത് വലിയ ക്രൈം ചെയ്യാനും ചെയ്യിപ്പിക്കാനുമൊക്കെ 4 കാരണങ്ങളുണ്ട്. മണി, ലസ്റ്റ്, പവർ, ഈഗോ, ഡോമിനേഷൻ, അങ്ങനെ ഒരുപാട്. ആൻഡ് റിവഞ്ച്. ഒരു ക്രൈം നടന്നതുപോലെ കാണുന്നത് വേറെ, എന്നാൽ അത് ഇമാജിൻ ചെയ്ത് കാണുന്നത് വേറെ. ഇമാജിനിലൂടെ നമ്മൾ കാണുമ്പോൾ പുതിയ പുതിയ വഴികൾ നമുക്ക് ലഭിക്കുന്നു. ഇനി ക്രിമിനലിൻ്റെ വഴിയിലൂടെ നമ്മൾ ചിന്തിച്ചാൽ കേസ് നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ കഴിയും. ഒരു ക്രൈം നമ്മൾ 5 തിയറിയിലൂടെ നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ കഴിയും. ഹൂ, വേർ, ഹൗ, വൈ, വാട്ട് ഈസ് ദ റീസൺ ആൻഡ് മോട്ടീവ് ബിഹൈൻഡ് ക്രൈം. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഒരു ക്രൈം നടന്നത് മാത്രം നമ്മൾ മനസ്സിലാക്കാതെ ക്രൈമിനെ നമുക്ക് എങ്ങനെ തടയാനാകും എന്നുള്ള തീസിസ് സബ്ജക്റ്റിനെ നമുക്ക് നൗ ഐ ആം റൈറ്റിംഗ് എ ബുക്ക് കോൾ ഹൗ ടു പ്രിവെന്റ് എ ക്രൈംസ്. അണ്ടർസ്റ്റുഡ്? സാറ് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ഒരു പ്രാവശ്യമെങ്കിലും അയാളെ കാണാൻ തോന്നുന്നു സാർ. ഇതാ കണ്ടില്ലേ, അതാണ് സനാതൻ. ലെറ്റ്സ് സ്റ്റാർട്ട് ദ മിഷൻ. യെസ്. ഇരുണ്ട കണ്ടോ, ഹേയ് കാക്കുന്നുണ്ടോ, വിരണ്ട സൗണ്ടോ, ഇക്കൂട്ട് ചൂട്, CSIക്ക് ഗോഡ്. ഗുഡ് മോർണിംഗ് സാർ. ക്രൈം നടന്നിട്ട് എത്ര നേരം? ഹാഫ് ആൻ അവർ ആയി സാർ. ഈ മർഡർ നടന്നത് കണ്ടിട്ട് ഇവൻ അവരെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഗ്ലൗസ്, സമ്പത്ത്. യെസ് സാർ. ലൈറ്റ്സ് ഓഫ്. ഓക്കെ സാർ.
സമ്പത്ത്, ലൈറ്റ്സ് ഓൺ. ഓക്കെ സാർ. ഈ ബോഡി ആദ്യം കണ്ടതാരാണ്? സാറേ ഞാനാ കണ്ടേ. ഇന്നലെ രാത്രി എന്താ സംഭവിച്ചത്? നൈറ്റ് പാർട്ടിയിലെല്ലാവരും വെള്ളം അടിച്ചിട്ടുണ്ടായിരുന്നു സാറേ. എന്താണെന്നറിയില്ല, എല്ലാവരും പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോവുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ വിക്രം സാറിന്റെ ക്യാബിൽ നിന്ന് ഒരു വലിയ വെടിവെച്ച് കേട്ടു സാറേ. ഞാൻ വന്ന് നോക്കിയപ്പോ കണ്ടത് വിക്രം സാറ് മരിച്ചു കിടക്കുന്നതാ സാറേ. ഓക്കെ ഓക്കെ, നിങ്ങൾ പൊയ്ക്കോളൂ. സാർ. സമ്പത്ത് സാർ. ഈ 3 ബുള്ളറ്റ് ക്യാപ്സ് 9mm. ഇത് വിക്രത്തിന്റെ തോക്കി. ഓക്കെ സാർ. ഈ 4th ബുള്ളറ്റ് ക്യാപ്പ് 3mm വേറൊരു ഗണ്ണിൽ നിന്ന് കിട്ടിയതാണ്. യെസ് സാർ. ഈ 3mm ബുള്ളറ്റ് ക്യാപ്പ് സർ. ബാലിസ്റ്റിക് റിപ്പോർട്ടിനായി. ഓക്കെ സാർ. ഇയാളുടെ ബോഡിയിൽ ലിപ്സ്റ്റിക്കും പിന്നെ സെമനൊക്കെ ഉണ്ടായിരുന്നു. സർ. സോ മരിക്കുന്നതിന് മുമ്പ് എന്തോ സെക്സ് ഇഷ്യൂസ് നടന്നിട്ടുണ്ട്. യെസ് സാർ. ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കണം. ഓക്കെ സാർ. ആൻഡ് വൺ മോർ തിങ്, ഈ ക്രൈം നടന്ന സ്ഥലത്ത് എപ്പോഴും നമുക്കൊരു ശ്രദ്ധ ഉണ്ടാവണം. സാർ നമസ്കാരം സാർ. യെസ്റ്റർഡേ നൈറ്റിലെ CCTV ഫുട്ടേജ് പ്ലേ ചെയ്യും. ഒന്ന് വേഗം ആവട്ടെ. ക്രിഷ്, നീ നോക്ക്. Okay, sir. എനിക്ക് നിർത്ത്. എന്താ സാർ? റിവെഞ്ച്. സർ 10:30 വരെയുള്ള ഫുട്ടേജേ ഉള്ളൂ, അത് കഴിഞ്ഞ് ഡിസ്കണക്ട് ആയിപ്പോയി സാർ. സാർ അത് പിന്നെ ഇന്നലെ പാർട്ടിയിൽ. Shut up! Irresponsible idiots. ഇതിലുള്ള ഫുട്ടേജ് കോപ്പി. സാർ. ഹീസ് മിസ്റ്റർ അരവിന്ദ്, ഫോറൻസിക് ഓഫീസർ. ഇദ്ദേഹത്തെ എന്തിനാ വിളിപ്പിച്ചെന്ന് വെച്ചാ ഞങ്ങൾക്കൊരു 3 ബുള്ളറ്റ് കിട്ടിയിട്ടുണ്ട്. ഈ സ്പോട്ടിലുള്ള ഒരു ബുള്ളറ്റ് മിസ്സിംഗ് ആയിരിക്കുക. ക്രൈം സീനിൽ നിങ്ങൾക്ക് വല്ലതും കിട്ടിയിട്ടുണ്ടോ? ഫസ്റ്റ് ബുള്ളറ്റ് തന്നെ വിക്രം മരിച്ചുപോയി. എന്നിട്ടും എന്തിനാണ് അവർ ഇടവിട്ട് 3 പ്രാവശ്യം വെടിവെച്ചെന്നറിയില്ല. ആദ്യത്തെ ബുള്ളറ്റ് മിസ്സായിട്ടുണ്ട്. ഇത് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല. ഡോക്ടർ എന്താ ഇങ്ങനെ പറയാൻ കാരണം ബുള്ളറ്റ് കയറിന്റെ ആഴം ഓരോ ആംഗിളിൽ നിന്ന് നോക്കുമ്പോഴും വ്യത്യസ്തമായിട്ടുണ്ട്. മനുഷ്യൻ മരിച്ചതിന് ശേഷം ഷൂട്ട് ചെയ്താൽ ബുള്ളറ്റിന്റെ സൈസ് ചെറുതായിരിക്കും. നേരെ മറിച്ച് ജീവനോടെ ഷൂട്ട് ചെയ്താൽ ബുള്ളറ്റിന്റെ സൈസ് വലുതായിരിക്കും, ബ്ലഡ് പ്രഷർ ഉള്ളതുകൊണ്ട്. പക്ഷേ ബുള്ളറ്റ് മിസ്സായിരുന്നു. അത് ഏത് ടൈപ്പ് ബുള്ളറ്റ്? ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ബുള്ളറ്റ്സ് പല ടൈപ്പിലുള്ളതുണ്ട്. വുഡൻ ബുള്ളറ്റ്, അയൺ ബുള്ളറ്റ്, പ്ലാസ്റ്റിക് ബുള്ളറ്റ്, ഐസ് ബുള്ളറ്റ് ആൻഡ് ബോൺ ബുള്ളറ്റ്. ഹി മസ്റ്റ് ബി യൂസ്ഡ് ദീസ് കൈൻഡ് ഓഫ് ബുള്ളറ്റ്സ് ഇൻ ദിസ് ക്രൈം. ബുള്ളറ്റ്സ് പതിഞ്ഞ അടയാളം കണ്ടിട്ട് ഇത് ചെയ്തത് 2 പേരാകാനാണ് സാധ്യത. ക്രൈം നടന്നിടത്ത് നിന്ന് എത്ര ബുള്ളറ്റ്സ് ക്യാപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? 4 ബുള്ളറ്റ് ക്യാപ്സ്. പക്ഷേ അതിൽ 3 ബുള്ളറ്റ് ക്യാപ്സ് മാത്രമേ വിക്രമിന്റെ ഗണ്ണുമായിട്ട് മാച്ച് ആവുന്നുള്ളൂ. 9mm പിസ്റ്റൾ. 1 വാസ് ഡിഫറെന്റ്. അത് ബാലിസ്റ്റിക് റിപ്പോർട്ടിനായി അയച്ചിരിക്കുക. ഡൺ. ഞാൻ ബാലിസ്റ്റിക് ഓഫീസിൽ പോയിട്ട് എല്ലാം എക്സാമിൻ ചെയ്തിട്ട് ആസ് സൂൺ ആസ് പോസിബിൾ ഞാൻ നിങ്ങൾക്ക് റിപ്പോർട്ട് സെൻഡ് ചെയ്യാം. ഓൾ റൈറ്റ്. സാർ വിക്രം സാറിന്റെ വൈഫ് വന്നിട്ടുണ്ട്. ഓക്കെ സാർ. ഓക്കെ. സോറി ഫോർ യുവർ ലോസ്. നിങ്ങളുടെ ഭർത്താവിൻ്റെ ബോഡി ഫോർമാലിറ്റീസ് കഴിഞ്ഞുകൊണ്ട് ഏൽപ്പിക്കും. എങ്ങനെയെങ്കിലും കുറച്ചു നേരം എൻ്റെ ഭർത്താവ് എന്നോടൊപ്പം ഉണ്ടാവുമല്ലോ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഇപ്പോഴൊക്കെ വിക്രം എന്നേക്കാൾ കൂടുതൽ ദിവ്യയുടെ കൂടെയാണുള്ളത്. ഇക്കാര്യം പറഞ്ഞ് ഞങ്ങൾ എപ്പോഴും വഴക്കുണ്ടാക്കാറുണ്ട്. എത്ര പറഞ്ഞാലും കേൾക്കില്ലായിരുന്നു. ഈ ദിവ്യ ആരാണ്? ഷീ ഈസ് ദ കോ-ഫൗണ്ടർ. എന്റെയും വിക്രമിന്റെയും കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞു. പക്ഷെ അവളും വിക്രമും 12 വർഷമായിട്ട് കമ്പനി റൺ ചെയ്തോണ്ടിരിക്കുക. അവളുടെ റിലേഷൻഷിപ്പ് പറ്റി ഞാൻ ഈയിടെ അറിഞ്ഞത്. അവളുടെ ക്യാരക്ടർ വളരെ മോശമാണ് സർ. അവൾ തന്നെയായിരിക്കും ഈ കടങ്കൈ ചെയ്തത്. ഓക്കെ, ലെറ്റ്സ് ഗോ. രുദ്ര, റിസപ്ഷനിസ്റ്റ് അവിടെ. റിസപ്ഷനിസ്റ്റ് ഈ കമ്പനിയിൽ എത്ര പേര് ജോലി ചെയ്യുന്നുണ്ട്? ആകെ 200 പേരാണ് സർ. ഇന്നലെ പാർട്ടിക്ക് എത്ര പേര് വന്നിരുന്നു? 30 മെമ്പേഴ്സ് സർ. അപ്പൊ ബാക്കിയുള്ളവരെന്താ വരാഞ്ഞത്? സർ ഇന്നലെ പെട്ടെന്നായിരുന്നു പാർട്ടി തീരുമാനിച്ചത്, അതുകൊണ്ട് വരാൻ പറ്റിയില്ല ഓ, സർ. എനിക്ക് ആ 30 എംപ്ലോയീസിന്റെ ഡീറ്റെയിൽസ് വേണം.
സുദീക്ഷയല്ലേ? ജീവിതത്തിൽ ഇനി ഒരിക്കലും ഞാൻ ആരെ കാണരുതെന്ന് വിചാരിച്ചു, അവര് തന്നെ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുക. അവളെ എന്നേ ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് മാറ്റിവെച്ചു. How are you, Rudra? അല്ല, നീ എങ്ങനെ ഇവിടെ? I work here. സനാതൻ കണ്ടിട്ടും കാണാത്ത പോലെ പോയി കളഞ്ഞല്ലോ. അവൻ ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുകയാണോ? അവൻ മാറിയില്ലേ? നീ അവനെ വിട്ടേച്ച് പോയതിന് ശേഷം അവൻ്റെ ലൈഫ് തന്നെ മാറിപ്പോയി. ഹായ്. ഒരു ട്രെയിനിങ്ങിനൊഴികെ എപ്പോഴെങ്കിലും എന്നെ കാണാൻ നീ കറക്റ്റ് സമയത്ത് വന്നിട്ടുണ്ടോ? അങ്ങനെയൊന്നുമല്ല. എനിക്ക് എൻ്റെ ട്രെയിനിങ് എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് നീയും. ബോത്ത് ആർ മൈ ഫസ്റ്റ് പ്രിഫറൻസസ്. കണ്ടോ, ബോത്ത് ആർ മൈ ഫസ്റ്റ് പ്രിഫറൻസസ് എന്ന് പറയുന്നു. അപ്പോഴും ഞാനാണ് ആദ്യ പ്രയോറിറ്റി എന്ന് പറയുന്നില്ല. ഇതെല്ലാം നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ലേ? എല്ലാം എന്റെ തെറ്റാ. ഹേയ്, എന്റെ വർക്കിനെ കുറിച്ച് അറിഞ്ഞോണ്ടല്ലേ നീ പ്രേമിച്ചത്? ഫസ്റ്റ് എന്റെ ജോലിക്ക് സപ്പോർട്ട് ചെയ്യുന്നല്ലേ നീ പറഞ്ഞത്? ഇപ്പൊ എന്താ ഇങ്ങനെ? എന്റെ വർക്കിനെ എന്തിനാ ബ്ലെയിം ചെയ്യുന്നേ? എന്ത്? ഞാൻ ബ്ലെയിം ചെയ്തെന്നോ? എനിക്കാ തെറ്റുപറ്റിയത്. സോറി കേട്ടോ. പ്രോബ്ലം എല്ലാം എന്റെ തന്നെയാ. നിന്നെ പ്രേമിച്ചതാ എന്റെ ഏറ്റവും വലിയ തെറ്റ്. നമുക്ക് ഇന്നത്തോടെ ഇവിടെ വെച്ച് നിർത്താം. ലെറ്റ്സ് ബ്രേക്ക് അപ്പ്. അല്ല, അതല്ല സുധീഷ. എനിക്ക് കൂടുതലൊന്നും കേൾക്കണ്ട. എനിക്കിതിനെ സഹിക്കാൻ പറ്റില്ല. ഒരു പെണ്ണ് അവളുടെ അച്ഛനും അമ്മയും കഴിഞ്ഞാൽ പിന്നെ അവൾ പ്രേമിക്കുന്നവനെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. അതേ സ്നേഹം നിന്നിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ എന്റെ പ്രേമം നീ നിരസിക്കുകയാണ്, എന്നെ ഇഗ്നോർ ചെയ്യാണ്. We are just assuming we are in relationship. Actually we are not. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ എന്ത് റിലേഷൻഷിപ്പിൽ ഇരിക്കണം? വേസ്റ്റ്. സുധീഷ, നിനക്ക് ഇഷ്ടമുള്ള ക്യാപ്പച്ചിനോ ഓർഡർ ചെയ്യട്ടെ? ആദ്യം എന്നെ പ്രപ്പോസ് ചെയ്ത ഡേറ്റ് പറയും. നീ കുടുങ്ങിയുടെ പൊന്നു മോനെ. അമേരിക്കൻ റൂത്ത്ലെസ് കില്ലർ ഡെഡ്മാനെ എന്നാ തൂക്കിലേറ്റ് ചെയ്ത്? അത് അയ്യോ കുഴപ്പമില്ല സാർ, പറയൂ സാർ. ജനുവരി 24, 1989. That's it. ഒരു ഫോൺ. ഇന്ന് 10:15 മുൻപ് തന്നെ എന്തിനാ വരാൻ പറഞ്ഞെന്നറിയോ? 10:15 was the time you proposed me. I thought it would be a memorable day, but it has ended up as breakup. സുധീഷ, പറയുന്ന കേക്ക്. മതി, ഒന്നും പറയണ്ട. സുധീഷ, എന്തിനാണ് ഇറിറ്റേറ്റ് ചെയ്യുന്നേ? ഹലോ സനാതൻ, കിഡ്നാപ്പർ മല്ലി എവിടെയുണ്ടെന്ന് വിവരം കിട്ടി? ഇൻഫർമേഷൻ കറക്റ്റ് അല്ലേ? അതെ. ഞാൻ പോലീസ് ട്രെയിനിങ്ങിലുള്ള സമയത്ത് എൻ്റെ അളിയൻ്റെ ലിസ്റ്റിലുള്ള അൺസോൾവ്ഡ് കേസസ് എല്ലാം ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്. ടുഡേ കേസസ് ഓപ്പറേഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഡ്രഗ് ഡീലിൻ്റെ. എത്ര സമയമായി തുടങ്ങിയിട്ട്? ഒന്ന് പെട്ടെന്നാവട്ടെ. എന്താടാ ശക്തി? വരുന്നുണ്ടോ? അവൻ വരട്ടെ, നോക്കാം. എടാ, നീ എവിടെടാ? എടാ,
സനാതൻ. ഹലോ. എവിടെ നീ? മല്ലി ഓപ്പറേഷനില്ല. നീ നിർത്തിയിട്ട് വേഗം കിംസ് ഹോസ്പിറ്റലിലേക്ക് വാ. അതെന്താ കളിയാ? ഇവനെ വിട്ട വീണ്ടും കൈ കെട്ടാ ബുദ്ധിമുട്ടാ. ഞാൻ പറഞ്ഞില്ലേ, നീയൊക്കെ വിട്ടിട്ട് വേഗം വരാൻ നോക്ക്. എന്തു പറ്റിയാളിയാ? സഞ്ജയ് നമ്മൾ വിട്ട് പോയടാ. സഞ്ജയ് എന്റെ ജ്യേഷ്ഠൻ. ചേട്ടൻ ജീവനോടെ ഇല്ല എന്നറിഞ്ഞതും ഈ ലോകം തന്നെ നഷ്ടപ്പെട്ടു പോയ ഒരവസ്ഥയായിരുന്നു എനിക്ക്. സാർ 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 വിളി സാർ, ഇവനെ ഞങ്ങൾ നോക്കിക്കോളാം സാർ. സഞ്ജയ്! എനിക്ക് തീ പേടിയാണ്. ഇത് ചെറുതല്ലേ ചേട്ടാ? എനിക്ക് ചെറുതും വേണ്ട, വലുതും വേണ്ട. വേണ്ട വേണ്ട പ്ലീസ് ബാ. എന്താ ചേട്ടാ ഇത്? കമോൺ കമോൺ ചെയ്യടാ. എടാ നിനക്കൊരു പോലീസുകാരനാവണ്ടേ? എടാ അങ്ങനെ കിടക്കാതെ വേഗം എഴുന്നേൽക്ക്. ഫോക്കസ് ഫോക്കസ്. യെസ്. എത്ര ദിവസം എന്ന് വെച്ചാ ഇങ്ങനെ തന്നെ വിഷമിച്ചിരിക്കാൻ പോന്നെ? നിന്നെ ഇങ്ങനെ കാണാൻ സഞ്ജയ്ക്ക് ഒട്ടും ഇഷ്ടമാവില്ല കേട്ടോ. പ്രാണനെ തുല്യം സ്നേഹിച്ച ചേട്ടൻ നഷ്ടപ്പെട്ടു. മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയും പോയി. ഒരുപാട് ആഗ്രഹിച്ച പോലീസ് എക്സാം എഴുതാൻ കഴിഞ്ഞില്ല. ടോട്ടലി മൈ ലൈഫ് ഈസ് ഗോൺ. ഡോണ്ട് ലെറ്റ് യുവർ പാസ്റ്റ് സ്റ്റിൽ യുവർ പ്രസന്റ്. ഡൽഹി ഫോറൻസിക് കോളേജിൽ എനിക്കറിയാവുന്ന രഘുനന്ദൻ എന്നൊരു പ്രൊഫസറുണ്ട്. അദ്ദേഹം ഒരിക്കൽ ക്രിമിനോളജിയെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. നീ അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിനക്കത് പെർഫെക്റ്റായിട്ട് സെറ്റാവും. CSI ഇൻവെസ്റ്റിഗേഷനെ നമുക്ക് ഡിഫറെൻ്റ് ആംഗിളിൽ കാണാൻ പറ്റും. യു ഷുഡ് ട്രൈ ദാറ്റ്. സനാതൻ, എത്ര നാളായിട്ട് ഈ കമ്പനി ജോലി ചെയ്യുന്ന നീ? 8 മാസമായി. ഇന്നലെ പാർട്ടിയിൽ എന്താണ് നടന്നത്? പാർട്ടിയിൽ രുദ്ര, ഇവരാണ് സസ്പെക്ട് എന്ന് എങ്ങനെ ഡിസൈഡ് ചെയ്ത്? ബെനിഫിറ്റ് ഓഫ് ഡൗട്ട്. ഐഡന്റിഫിക്കേഷൻ ഓഫ് സസ്പെക്ട് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ഇൻ എ ക്രൈം സീൻ.
അവർ ക്രൈം ചെയ്തോ ഇല്ലയോ എന്നുള്ളത് അവരുടെ സ്വഭാവം വെച്ചും ബോഡി ലാംഗ്വേജ് വെച്ചും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. മുഖത്ത് നോക്കി സംസാരിക്കാതിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, പ്രത്യേകിച്ച് ഒരു സ്ഥലത്തും ഫോക്കസ് ചെയ്യാതിരിക്കുക, വിയർക്കുക, പാനിക്കാവുക, വിരലുകൾ വിറയ്ക്കുക, ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി ഇല്ലാതിരിക്കുക. സോ അബ്നോർമൽ ബിഹേവിയറുള്ള അക്യൂസ്റ്റുകളെ, അങ്ങനെയുള്ളവരെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഫസ്റ്റ് 15 പേരെ അവരുടെ ബോഡി ലാംഗ്വേജ് വെച്ചാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആകെയുള്ള 15 പേരിൽ 5 പേരെ റീസെന്റ് ആയിട്ട്, അതായത് ബാക്കിയുള്ളവരൊക്കെ 1 വർഷത്തിനിടയ്ക്കാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. മുഴുവൻ സ്റ്റാഫിനെയും കൊല്ലണമെങ്കിൽ ഇതിന് മുമ്പേ തന്നെ പാർട്ടി നടന്നേനെ. ഇത്രയും താമസിപ്പിക്കേണ്ട കാര്യമില്ല. വിക്രം 2 ദിവസത്തിനുള്ളിൽ US പറക്കേണ്ടതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വിക്രം ഇവിടുന്ന് പോകുന്നതിന് മുമ്പായുള്ള കൊല്ലാൻ വേണ്ടി ഈ ഗ്രൂപ്പിലുള്ള ആരോ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തത്. അവരുടെ ലുക്സും ബോഡി ലാംഗ്വേജും ഒക്കെ നോക്കുമ്പോൾ എന്തൊക്കെയോ വലിയ തെറ്റുകൾ നടന്നിട്ടുണ്ട്. സംതിങ് ദേ ആർ ഹൈഡിങ്. ഒന്നെങ്കിൽ ഇവർ തന്നെയായിരിക്കും ചെയ്തിരിക്കുന്നത്, ഇല്ലെങ്കിൽ ഈ 5 പേരിൽ ഒരാളായിരിക്കും കൊന്നിരിക്കുന്നത്. വാവ്, സാറിന്റെ എക്സ്പ്ലനേഷൻ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുണ്ട്. പക്ഷേ ആ 5 പേരിൽ ആരാണെന്ന് നമ്മളെങ്ങനെ അറിയും? അതൊക്കെ അറിയണമെങ്കിൽ ലെറ്റ്സ് സ്റ്റാർട്ട് ദ ഇൻവെസ്റ്റിഗേഷൻ. സർ, എല്ലാം റെഡിയായി കഴിഞ്ഞു സർ. ആർ യു ദിവ്യ? യെസ്, ഐ എം മിസ് ദിവ്യ. വിക്രത്തിനെ എന്തിനാ കൊന്നത്? വാട്ട് വാട്ട് ഡു യു മീൻ? ഐ മീൻ വാട്ട് യു ഹാവ് ഡൺ. അതുപോട്ടെ, വിക്രം എങ്ങനെയുള്ള ആളാണ്? വിക്രം, ഹീസ് എ പെർഫെക്റ്റ് ജെന്റിൽമാൻ. ഈ കമ്പനിയിലൂടെ എത്ര പാവപ്പെട്ട കുടുംബങ്ങളെ സഹായിച്ചിട്ടുണ്ടെന്നറിയാവോ? നിന്നെയോ? വിക്രമുമായിട്ടുള്ള നിന്റെ റിലേഷൻഷിപ്പ് എന്താണ്? വിക്രം ഇസ് എ ഫ്രണ്ട്, ഫിലോസഫർ ആൻഡ് എ ബിസിനസ് പാർട്ട്ണർ. അത്രേ ഉള്ളോ? ഓഫ് കോഴ്സ്. വിക്രത്തിന്റെ വൈഫിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? വിക്രമും സോണി 5 വർഷത്തിന് മുന്നേ കല്യാണം കഴിച്ചു. പക്ഷെ ഞാനും വിക്രമും 12 വർഷത്തിന് മുന്നേ ഈ കമ്പനി തുടങ്ങിയതാ. ഐ എം ദ കോ ഫൗണ്ടർ ഓഫ് ദിസ് കമ്പനി. അവളെപ്പറ്റി ചിന്തിക്കേണ്ട ഒരാവശ്യം എനിക്കില്ലല്ലോ. ഇയാളും വിക്രവും തമ്മിൽ ഫിസിക്കലായിട്ട് എന്തെങ്കിലും കമ്മിറ്റ്മെന്റ് ഉണ്ടോ? വാട്ട് ഈസ് ദിസ്? എക്സ്ക്യൂസ് മീ, ദിസ് ഈസ് എ പാർട്ട് ഓഫ് ദ ഇൻവെസ്റ്റിഗേഷൻ. പ്ലീസ് കോപ്പറേറ്റ്. ചോദിക്കുന്നതിലുള്ള ഉത്തരം മാത്രം പറഞ്ഞാൽ മതി. ഇറ്റ്സ് പേഴ്സണൽ. ഓ, മർഡർ കൂടെ പേഴ്സണലാ? നിങ്ങൾ ആവശ്യമില്ലാതെ വേണ്ടാത്തത് സംസാരിക്കാണ്. വിക്രമിനെ കൊല്ലേണ്ട ആവശ്യം എനിക്കെന്താ? യെസ്, നിനക്ക് ആവശ്യമുണ്ട്. വിക്രം എന്ന പാർട്ട്ണറിനെ കൊല്ലുകയാണെങ്കിൽ കമ്പനിയുടെ പൂർണ്ണ അവകാശവും നിന്നിൽ വന്നു ചേരുമെന്നുള്ള ആ ഒരു ധൈര്യത്തിൽ മാത്രമാണ് അയാളെ കൊന്നത്. ഐ ആം റൈറ്റ്? ഞങ്ങളുടെ പേഴ്സണൽസ് എന്തെങ്കിലും ഇവൻ അറിഞ്ഞോ? ഹൗ കൻ ദിസ് ഹാപ്പൻ? വിക്രം മരിച്ചു പോയാലും രാജവർദ്ധൻ ഇല്ലേ? വാട്ട്? രാജവർദ്ധനോ? രാജവർദ്ധൻ ആരാ? ഓ ഷിറ്റ്, കുടുങ്ങിപ്പോയോ? രാജവർദ്ധൻ, ഹീസ് ദ മിനിസ്റ്റർ ഓഫ് ലേബർ ആൻഡ് അഗ്രികൾച്ചർ. അദ്ദേഹവും ഞങ്ങളെപ്പോലെ ഈ കമ്പനിയുടെ ഒരു പാർട്ട്ണറാണ്. വിക്രവും ഞാനും ചേർന്നാണ് പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ട് ഇപ്പം രാജവർദ്ധന്റെ കാര്യം എന്തിനാ പറയുന്നത് നീ? ഇതിനു മുമ്പ് എന്തുകൊണ്ട് പറഞ്ഞില്ല? രാജവർദ്ധൻ ഇസ് എ സ്ലീപ്പിംഗ് പാർട്ട്ണർ, അതുകൊണ്ടാ പറയാതിരുന്നത്. ഇന്നലെ രാത്രി പാർട്ടിയിൽ എന്താ സംഭവിച്ചത്? പാർട്ടിയിൽ എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തു. വി ഹാഡ് ഡ്രിങ്ക്സ്. രാജവർദ്ധനും അവിടെ വന്നായിരുന്നു. എന്തോ ജോലി ഉണ്ടെന്ന് പറഞ്ഞ് പകുതിയായപ്പോ പോയി. ഞങ്ങളുടെ ഓഡിറ്റർ പവനോട് വിക്രം സീരിയസ് ആയിട്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. ഇവിടെ കണ്ടുപോയേക്കരുത്. ഗെറ്റ് ഔട്ട്. നീ നിന്നെ പറ്റി എന്താ കരുതിയിരിക്കുന്നത്? എന്റെ പേഴ്സണൽ എന്തിനാ നീ തലയിടുന്നേ? ഇനി നിന്നെ ഇവിടെ കണ്ടുപോയേക്കരുത്. ഗെറ്റ് ഔട്ട്. സാർ, അതൊരു പ്രശ്നമേ അല്ല സാർ. വിക്രം സാറാണ് എന്നോട് ദേഷ്യപ്പെട്ടെ. റീസൺ? ഐ ആം ആൻ ഓഡിറ്റർ സാർ. അദ്ദേഹത്തിന്റെ കമ്പനിയുടെ ഷെയർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ എന്നോട് പറഞ്ഞു. പക്ഷേ ബാലൻസ് ഷീറ്റ് ടാലി ആവാത്തതുകൊണ്ട് ഞാനത് ചെയ്തു കൊടുത്തില്ല. നിന്നോട് എന്തിനാ പറയുന്നേ? അത് ആക്ച്വലി
അദ്ദേഹത്തിൻ്റെ വർക്ക് അക്കൗണ്ടൻറ്റ് ലാസ്റ്റ് ചെയ്യേണ്ട ജോലിയാണ് സാർ അത്. പക്ഷെ എന്തുകൊണ്ടോ അയാളത് ചെയ്തില്ല. സോ എന്നോടത് ആവശ്യപ്പെട്ടു. ഇന്നലെ രാത്രി പാർട്ടിയിൽ സംശയാസ്പദമായ രീതിയിൽ എന്തെങ്കിലും സംഭവിച്ചു? വിക്രം സാറ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ലോസിയുടെ ദേഹത്ത് ആ ഡ്രിങ്ക് ഒഴിച്ചത്. അത് ക്ലീൻ ചെയ്യുന്ന പോലെ ആക്ട് ചെയ്ത് അവരുടെ ദേഹത്ത് കൈവയ്ക്കുകയായിരുന്നു. ഇത് ഞാൻ കണ്ടതാ. അത് ലോസിക്ക് ശരിക്കും വിഷമമായി. ഒറ്റയ്ക്ക് പോയിരുന്ന് കുറേ കരഞ്ഞു. വിക്രമും താനുമായിട്ട് മിസ്ബിഹേവ് നടന്നിട്ടുണ്ട്. സെക്ഷുവലായിട്ട് ഒരുപാട് ഹറാസ് ചെയ്തിട്ടുണ്ട്. ആ ദേഷ്യം കൊണ്ട് വിക്രത്തിനെ കൊല്ലാൻ താൻ തീരുമാനമെടുക്കുകയായിരുന്നു. അതിനുവേണ്ടി പാർട്ടി വിനിയോഗിച്ചു. അവിടെയുള്ള ഡ്രിങ്ക്സിലെല്ലാം ഡ്രഗ്സ് കലർത്തി ഒരു കുഞ്ഞു പോലും അറിയാതെ സൈലന്റ് ആയിട്ട് ക്യാബിനുള്ളിൽ കയറി വിക്രത്തിനെ കൊന്നു കളഞ്ഞു. ഐ എം റൈറ്റ്? വിക്രം സാർ ഒരുപാട് പ്രാവശ്യം എന്നോട് മിസ്ബിഹേവ് ചെയ്തിട്ടുണ്ട് സർ. ഹി ഈസ് എ വുമനൈസർ. സർ, ദിസ് ഇസ് നോട്ട് ദ വേ ടു ബിഹേവ് വിത്ത് ആൻ എംപ്ലോയി സർ. ഈ കാര്യം ആരോടെങ്കിലും പറഞ്ഞാൽ എന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള പേടി കൊണ്ടാണ് ആരോടും പറയാതിരുന്നത് സർ. വിക്രം ആരുമായിട്ടായിരുന്നു കൂടുതൽ അടുപ്പം? ഓബിയസ്ലി ദിവ്യ സർ. അതായത് സർ, ഒരാഴ്ച മുമ്പ് അവിടെയുള്ള ചില കസ്റ്റമേഴ്സ് കമ്പനിയിൽ വന്ന് ബഹളം ഉണ്ടാക്കിയപ്പോൾ ഞങ്ങളുടെ കമ്പനി ആറും സലീം സർ ആ പ്രോബ്ലം സോൾവ് ചെയ്തിരുന്നു. അന്നു മുതൽ വിക്രം സർ സലീം സാറുമായി ക്ലോസ് ആയിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. കമ്പനി അക്കൗണ്ട്സിൽ ഒരുപാട് കള്ളക്കളി നടക്കുന്നതുകൊണ്ട് കസ്റ്റമർ എപ്പോഴും ഫോൺ ചെയ്ത് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ അതൊക്കെ സോൾവ് ചെയ്യുമായിരുന്നു. അങ്ങനെ പല പ്രാവശ്യം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് വിക്രം സാറിന് എന്നെ വളരെയധികം ഇഷ്ടമായിരുന്നു. മിസ്റ്റർ സലീം, ഇന്നലെ പാർട്ടി നടക്കുന്ന സമയത്ത് സെക്യൂരിറ്റി റൂമിനടുത്ത് നിങ്ങൾ എന്ത് ചെയ്യായിരുന്നു? ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല സാർ. നന്നായിട്ട് ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി. ഇനി ഇവർക്കെങ്ങാനും കമ്പനി സീക്രട്ട് മനസ്സിലായി കാണോ? ക്രിഷ്, സാറത് ചിലവര് കസ്റ്റമറിന്റെ പേരിൽ ഇതേ കമ്പനി പേരിൽ ഫേക്ക് ലോൺ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് അവര് ഫോൺ ചെയ്ത് വഴക്കുണ്ടാക്കുമായിരുന്നു. ഞാൻ അവരോടൊക്കെ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ച് മറുപടി പറയാറുണ്ടായിരുന്നു. സെക്യൂരിറ്റി റൂമിനടുത്ത് താൻ ആരെങ്കിലും സസ്പീഷ്യസ് ആയിട്ട് കണ്ടായിരുന്നു? അത് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. നന്നായി ഓർത്തു നോക്ക്. ടെൻഷനിൽ മറന്നതായിരിക്കാം. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് ചിലപ്പോൾ ഓർമ്മ വരും. സർ, ഒരു ബ്ലാക്ക് കോട്ട് ധരിച്ചിരുന്ന ആളെ ഞാൻ സെക്യൂരിറ്റിയുടെ റൂമിൽ കണ്ടായിരുന്നു. എനിക്കുണ്ടായിരുന്ന ടെൻഷനിൽ ഞാനത് ശ്രദ്ധിച്ചില്ല. അതിനുശേഷം അയാളെ ഞാൻ അവിടെ കണ്ടിട്ടേ ഇല്ല. പക്ഷേ ദിവ്യയും വിക്രമും റൊമാൻസിൽ ഏർപ്പെടുന്നത് ഞാൻ കണ്ടു. ദിവ്യയെക്കുറിച്ച് തൻ്റെ ഒപ്പീനിയൻ എന്താ? ആ കുട്ടിയുടെ സ്വഭാവം അത്ര നല്ലതല്ല. കൂടെയുള്ള ജോലിക്കാരും അതേക്കുറിച്ച് പറയാറുണ്ട്. പോഷ് ആക്ട് അവൾ ചുമത്തി 2 ജോലിക്കാരെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. യു മേ ഗോ. ഓക്കെ സർ. സർ, പോഷ് ആക്ട് എന്ന് വെച്ചാൽ എന്താ സർ? പ്രൊട്ടക്ഷൻ ഓഫ് സെക്ഷൽ ഹരാസ്മെന്റ് ഇൻ ഓഫീസ് സ്പേസ്. എന്താന്ന് വെച്ചാൽ ഓഫീസിൽ ആരെങ്കിലും സെക്ഷൽ ഹരാസ്മെന്റിന് തയ്യാറായാൽ ഈ ആക്ട് യൂസ് ചെയ്ത് അവരെ ഓഫീസിൽ നിന്ന് പറഞ്ഞുവിടാനാകും. എടുത്തു നോക്കിയാൽ ഇന്ത്യയിൽ ഇതുപോലുള്ള ഒരുപാട് കേസുകൾ രജിസ്റ്റർ ആയിട്ടുണ്ട്. പക്ഷേ ദിവ്യ ഈ ആക്ടിനെ മിസ്യൂസ് ചെയ്യുകയാണ്. ഒരു മര്യാദയുടെ പേരിലെങ്കിലും സുഖമാണോന്നൊരു വാക്ക് നിനക്ക് ചോദിച്ചൂടേടാ? വാട്ട് ഡു യു നോ അബൌട്ട് ദിസ് കമ്പനി ആൻഡ് വിക്രം ചക്രവർത്തി? ഈ കമ്പനിയിൽ ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട്. വിക്രം സാറിന്റെ പേരിലും ഒരുപാട് അലിഗേഷൻസ് ഉണ്ട്. ഇത്രയൊക്കെ പ്രശ്നങ്ങളുള്ള സ്ഥിതിക്ക് ആ കമ്പനിയിൽ നിങ്ങൾ എന്തിനാണ് വീണ്ടും വർക്ക് ചെയ്തത്? അതുപോലെ MBBS പഠിച്ച നീ ഫിനാൻസ് കമ്പനിയിൽ എന്തിനാ വർക്ക് ചെയ്യുന്നത്? എനിക്ക് ചില ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉള്ളത് കൊണ്ടാണ് ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിച്ചു വന്നത്. ഈ വിക്രം പാനിക് ആവുന്നത് ഇയാളെപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ? അദ്ദേഹത്തെ എപ്പോഴും കൂളായാണ് കാണാറുള്ളത്. എന്നാൽ ഞങ്ങളുടെ കമ്പനിയുടെ സ്ലീപ്പിംഗ് പാർട്ട്ണർ രാജവർദ്ധനൻ വരുമ്പോൾ മാത്രം വിക്രം ഞങ്ങളുടെ ഓഫീസ് സ്റ്റാഫിനോട് പെരുമാറ്റത്തിൽ വ്യത്യാസം കാണിക്കും. അദ്ദേഹത്തെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര പേടിയാ. പേടിയാണോ? എന്തുകൊണ്ട്? ഞാനിവിടെ ജോയിൻ ചെയ്തിട്ട് 8 മാസമേ ആയിട്ടുള്ളൂ. രാജവർദ്ധൻ സാർ വരുന്ന എല്ലാ വട്ടവും അവർ 3 പേരും ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് 5th ഫ്ലോർ പോയാണ് സംസാരിക്കാറുള്ളത്. ഒരു ദിവസം അർജന്റ് വിക്രം സാറിന്റെ സൈൻ ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ ഗ്രൗണ്ട് ഫ്ലോർ പോയിരുന്നു. അവിടെ അവർ 3 പേരും വളരെ സീരിയസ് ആയി സംസാരിക്കുന്നത് കണ്ടു. ആ സമയത്ത് ഞാൻ വിക്രം സാറിനെ വിളിച്ചു.
അപ്പോ രാജവർദ്ധൻ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. എന്നിട്ട് അവിടെ പോവാൻ പറഞ്ഞു. Get out from here. Out. ഇന്നലെ പാർട്ടിയിൽ എന്താണ് സംഭവിച്ചത്? I don't know. അങ്ങനെയാണെങ്കിൽ നീ ആ പാർട്ടിയിൽ പങ്കെടുത്തില്ല? സുദീക്ഷ, നീ എന്ത് പണിയെ കാണിക്കുന്നേ? അവിടെ എല്ലാരും പാർട്ടി എൻജോയ് ചെയ്യാ. വാ. ഞാനൊരു 5 minutes കഴിഞ്ഞ് വരാം പ്ലീസ്. ശരി, ഞാൻ അങ്ങോട്ട് വാ, നീ വാ. ഓക്കെ. 5 minutes കഴിഞ്ഞ് വരാന്ന് ഞാൻ അയാളോട് പറഞ്ഞു. ഓഫീസ് ബോയ് തന്ന വെള്ളം കുടിച്ചതിന് ശേഷം പിന്നെ എന്ത് പറ്റിയെന്നറിയില്ല, അൺകോൺഷ്യസ് ആയിപ്പോയി. അതിനുശേഷം കുറച്ചു കഴിഞ്ഞ് സുദീക്ഷ, 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 എനിക്ക് നീ വിക്രം സാറിനെ ആരോ വെടിവെച്ച് കൊന്നിരിക്കുന്നു. വാട്ട്? ഞാൻ വല്ലാണ്ട് ഷോക്കായി പോയി. നൈസ് സ്റ്റോറി. നീ പ്രീ പ്ലാന്റോടെ ആ പാർട്ടി അവോയ്ഡ് ചെയ്തിട്ട് വിക്രത്തിനെ കൊന്നു കളഞ്ഞല്ലേ? നോ സർ, ഐ ഡിഡ്ന്റ് ഡു എനിത്തിങ്. അപ്പൊ നീ വിക്രത്തിനെ കൊന്നിട്ടില്ല? നോ സർ. ഓക്കെ, യു മേ ഗോ. ഓക്കെ സർ, താങ്ക് യു. Five suspected. 5 different opinions. രാത്രി 9 മണിക്ക് പാർട്ടി സ്റ്റാർട്ടായി. 9:30 രാജവർദ്ധൻ വന്നു. 10:30 രാജവർദ്ധൻ അവിടെ നിന്നും പോയി. 15 മിനിറ്റ്സിന് ശേഷം CC ക്യാമറ കട്ടായിരിക്കുന്നു. 10:45 മുതൽ 1:15 വരെ എന്ത് സംഭവിച്ചെന്ന് കണ്ടുപിടിക്കണം. രാജവർദ്ധൻ. ശരിക്കും ഈ രാജവർദ്ധൻ ആരാണ്? അയാൾക്ക് വിക്രവും ദിവ്യയായിട്ടുള്ള റിലേഷൻ എന്താണ്? വിക്രത്തിന്റെ മർഡറുമായിട്ടുള്ള മോട്ടിവേഷൻ എന്താ? When there is a murder, then there will be a murder. ഈ 5 പേരിൽ ആരോ ഒരാളാണ് വിക്രത്തിനെ കൊന്നിരിക്കുന്നത്. We need to find out. Sir, ground floor and 5th floor, sir. Wait. We are missing that black hoodie. Yeah, we need to trace out. പക്ഷേ അതിന് മുമ്പ് തന്നെ 1st and 5th ഫ്ലോർ സംഘത്തെ കണ്ടുപിടിക്കണം. Let's move. Magnifying glass. Entomology means the study of insects. Megas insects are mainly seen in any dead bodies and dead cells. Megas dead ബോഡിയിൽ ഉണ്ടാവുകയും അതിന് കുറച്ച് നാളുകൾ കൊണ്ട് ചിറകുകൾ മുളയ്ക്കുകയും ചെയ്യും. സോ ചിറകുകളുള്ള മെഗസിനെ കാണുകയാണെങ്കിൽ അവിടെ കുറെ നാളായിട്ട് ഡെഡ് ബോഡി ഉണ്ടെന്നാണ് അർത്ഥം. ഈ ചെന്ത എവിടെ?
രുദ്ര, ഞാൻ ബയോസ്റ്റിക് ഓഫീസർ അരവിന്ദാണ് സംസാരിക്കുന്നത്. എന്താ പറയൂ? സാർ, നിങ്ങൾ കൊടുത്ത 4 ബുള്ളറ്റ് ക്യാപ്സിൽ 3 9mm ബുള്ളറ്റ് ക്യാപ്സും ഒരെണ്ണം മാത്രം 3mm ബുള്ളറ്റ് ക്യാപ്പുമാണ്. ആ ബുള്ളറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് മെറ്റൽ കൊണ്ടല്ല സാർ, അതുകൊണ്ടാണ് അത് ബോഡിയിൽ ഡിസപ്പിയർ ആയിരിക്കുന്നത്. വിക്രമിനെ കൊല്ലാൻ ഉപയോഗിച്ചതും ആ ഷോട്ട് ഗൺ തന്നെയാണ്, അതും ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള റെയർ ഗൺ. ഓക്കെ. വിക്രമിന്റെ മർഡർ ഇൻവെസ്റ്റിഗേഷൻ വന്നിട്ട് ഇവിടെ മറ്റൊരു ഡെഡ് ബോഡി. എന്താ ഇവിടെ നടക്കുന്നത്? ശരിക്കും ഈ വിക്രം നല്ലവനോ ദുഷ്ടനോ? The real investigation start. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, ഈ സിഗരറ്റും ബീഡിയും വലിച്ചാൽ പരിണാമം എന്തായിരിക്കും? ഇതുമൂലം എനിക്ക് സ്ട്രോക്ക് ഉണ്ടാകുമോ? അങ്ങനെ സ്വന്തം കുടുംബത്തിന് ഭാരമാകുമോ? ഇതുമൂലം എനിക്ക് ലങ് ക്യാൻസർ ഉണ്ടാകുമോ? ഇതിനെ മൗത്ത് ക്യാൻസർ, ഹൃദ്രോഗം, എംഫിസീമ എന്നിവയ്ക്ക് അരികിലെത്തിക്കുമോ? അടുത്ത തവണ നിങ്ങൾ സിഗരറ്റോ ബീഡിയോ വലിക്കും മുൻപ് സ്വയം ചോദിക്കൂ, ഈ സിഗരറ്റും ബീഡിയും വലിക്കുന്നതിന്റെ പരിണാമം എന്താകും? ഇന്ന് തന്നെ പുകയില ഉപേക്ഷിക്കൂ. സഹായത്തിനായി 18001123 കോൾ ചെയ്യൂ, അല്ലെങ്കിൽ 01222901 മിസ് കോൾ ചെയ്യൂ. എന്റെ ജീവിതം ഇങ്ങനെ മാറുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. എല്ലാം എന്ത് നല്ലതായിരുന്നു. ഒരു നല്ല ഭർത്താവ്, 2 ഓമന മക്കൾ. പക്ഷെ പുകയില എല്ലാം മാറ്റിമറിച്ചു. ഇനി ഈ പടരുന്ന ക്യാൻസർ എന്റെ മുഖത്ത് നിന്ന് മുറിച്ചു മാറ്റേണ്ടി വരും. ഒന്നും ഒരിക്കലും പഴയതുപോലെ ആകില്ല. പുകയില എന്റെ ജീവിതം നശിപ്പിച്ചു. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. സ്മോക്കിംഗ് കിൽസ്. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണ്. ലിക്കർ ഡ്രിങ്കിംഗ് ഈസ് ഇൻജുറിയസ് ടു ഹെൽത്ത്. ഓൾവേസ് യൂസ് സീറ്റ് ബെൽറ്റ് വൈൽ ഡ്രൈവിംഗ് 4-wheelers. No animals were harmed during making of this film. Violence against women is punishable under law. ഈ ഡീകമ്പോസ്റ്റ് ബോഡിയിൽ ഈ എല്ല് കണ്ടോ? ഇതിനെ സ്റ്റർണം എന്ന് പറയും. ഇത് റിബ് ഗേജിൽ കണക്റ്റായി ഹാർട്ടിന്റെ ബോണിനെ പ്രൊട്ടക്ട് ചെയ്യും. ഈ ബോൺ ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ടാണ് ഹാർട്ട് ഫംഗ്ഷൻ സ്റ്റോപ്പായി മരിച്ചുപോയത്. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ഗ്രൂസം മർഡർ. സർ, ഇപ്പോ ഫേസ് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? ഫേസ് റീകൺസ്ട്രക്ഷൻ യൂസ് ചെയ്ത് വി ക്യാൻ ഫൈൻഡ് ഔട്ട്. പക്ഷെ സമയമെടുക്കും. 24-30 hours ആവും. സർ, ഇപ്പോഴും എന്റെ കണ്ണിൽ തന്നെ ഉണ്ട് ആ ഡീകമ്പോസ്ഡ് ബോഡി. ഇത്ര ബ്രൂട്ടലായിട്ട് എങ്ങനെയാണ് സർ കൊല്ലാൻ കഴിയുന്നത്? മനുഷ്യരാണോ സർ ഇവരൊക്കെ? മൃഗങ്ങളല്ലേ? ആ മൃഗം ആരാണെന്ന് അറിയണമെങ്കിൽ 6th സസ്പെക്ടിനെ ഇൻവെസ്റ്റ് ചെയ്യണം. 6th സസ്പെക്ടോ? രാജവർദ്ധൻ. അയാളൊരു മിനിസ്റ്ററാ. വിക്രമിന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന അറ്റൻഡർ അല്ല. ഒരു മിനിസ്റ്ററെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് അത്ര ഈസി അല്ല. ഒന്ന് ACP വിളിച്ചേ. ആ സനാതൻ, മിനിസ്റ്റർ രാജവർദ്ധനെ ചോദ്യം ചെയ്യണം. മിനിസ്റ്റർ ചോദ്യം ചെയ്യാനായിട്ട് ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. ചില തെളിവുകൾ വേണമെങ്കിൽ റൂൾസ് ബ്രേക്ക് ചെയ്യണം. അങ്ങനെ എന്തിനും റൂൾസ് ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ കാര്യത്തിനും മറ്റൊരു പോം വഴി ഉണ്ടാവും. അതെന്താണെന്ന് നീ തന്നെ കണ്ടുപിടിക്കേ.
ഹലോ സർ, ഞാൻ CSI സനാതന സംസാരിക്കുന്നത്. യാ സനാതൻ, ഹൗ ആർ യു മാൻ? ഐ എം ഫൈൻ സാർ. സർ, എനിക്ക് അർജന്റായിട്ട് 5 മിനിറ്റ് സംസാരിക്കണം. 4 PM രാജവ്രതന്റെ വീട്ടിലേക്ക് ചെല്ലും. ആളൊരിത്തിരി മുൻകോപിയാ. ഒരു രാഷ്ട്രീയക്കാരന് വേണ്ട യാതൊരുവിധ ക്വാളിറ്റി ഇല്ലാത്തവനാ. നിങ്ങളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. സാർ നമസ്കാരം. സാർ എന്തൊക്കെയുണ്ട് സമ്പത്തെ? സുഖമായിരിക്കുന്നു സാർ. സാറിന്റെ സഹായം കൊണ്ട് കോർക്കപ്പെട്ട ലാൻഡ് സെറ്റായി സാർ. സാർ, വിക്രം സാറിന്റെ മരണം നടന്നില്ല സാർ. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വന്നവരാണ് ഇവർ. ഇരിക്കെ. വിക്രം എൻ്റെ ഏറ്റവും നല്ലൊരു സുഹൃത്തായിരുന്നു. എൻ്റെ മണ്ഡലത്തിലുള്ള ആൾ തന്നെയാണ്. എപ്പോഴും ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യണമെന്ന് പറയാറുണ്ടായിരുന്നു. അതിനുവേണ്ടിയാ VC കമ്പനി സ്റ്റാർട്ട് ചെയ്തത് തന്നെ. പക്ഷേ അവൻ എത്ര പെട്ടെന്ന് മരിക്കുമെന്ന് കരുതിയിരുന്നില്ല. ഓർക്കുമ്പോൾ വല്ലാത്ത വിഷമമുണ്ട്. താങ്കൾക്കും ആ കമ്പനിയിൽ പാർട്ണർഷിപ്പ് ഇല്ലേ? അതെ. അവൻ്റെ ഡെഡിക്കേഷൻ കണ്ട് ഞാൻ ആ കമ്പനിയിലെ പാർട്ണർ ആയെന്നേ ഉള്ളൂ. അതുകൊണ്ട് ജനങ്ങളുമായി കുറച്ചുകൂടി അടുക്കാൻ പറ്റി. വിക്രമിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അത്രയ്ക്ക് വിക്രത്തിനോട് ഇഷ്ടമുള്ള ആൾ അവിടെ പാർട്ടി നടക്കുമ്പോൾ എന്തിനാണ് വഴക്കുണ്ടാക്കിയിട്ട് വേഗം അവിടെ നിന്ന് എസ്കേപ്പ് ആയത്? ഇറ്റ്സ് മൈ പേഴ്സണൽ. മിസ്റ്റർ രാജവർദ്ധൻ, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾ എനിക്ക് ഉടനെ മറുപടി തരണം. നിങ്ങളെപ്പോൾ VC കമ്പനി വന്നാലും നിങ്ങൾ 3 പേരും ഈ ഗ്രൗണ്ട് അല്ലെങ്കിൽ 5th ഫ്ലോറിൽ എന്തിനാ ഒരു കൂടിക്കാഴ്ച? 3 പേരോ? യെസ്, നിങ്ങൾ, വിക്രം, പിന്നെ ദിവ്യ. നിങ്ങൾ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട്. ഞങ്ങൾക്കറിയാത്ത ചില കാര്യങ്ങൾ. അതെന്താണെന്ന് എനിക്കിപ്പോൾ തന്നെ അറിയണം. സാർ, കമ്മീഷൻ അപ്പോയിൻമെന്റ് ചെയ്ത CSI ഓഫീസർ സനാതൻ ഇവരാണ് സാർ. നിന്റെ കമ്മീഷണറും ഈ എന്റെ മുന്നിൽ കൈകെട്ടി നിൽക്കും. ഈവനും ഇന്നലെ രാത്രി നിങ്ങൾ അതിനെ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയെ? എന്റെ ചോദ്യത്തിന് എനിക്ക് വേഗം മറുപടി വേണം. നിന്നെ ഡിപ്പാർട്ട്മെന്റ് പോലും വെച്ചേക്കില്ല ഞാൻ. അതൊക്കെ നമുക്ക് പിന്നീട് ആലോചിക്കാം. എന്റെ ചോദ്യത്തിന് ആദ്യം മറുപടി പറയണം. ആളൊരിത്തിരി മുൻകോപിയാ. ഒരു രാഷ്ട്രീയക്കാരന് വേണ്ട യാതൊരുവിധ ക്വാളിറ്റി ഇല്ലാത്തവനാ. നിങ്ങളൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. പെട്ടെന്ന് വിക്രത്തിന് പണവും പ്രതാപവും ഒക്കെ കൈവന്നത് നിങ്ങൾക്കൊട്ട് സഹിക്കാൻ കഴിഞ്ഞില്ല. ഫ്രണ്ടാണ്, പാർട്ട്ണറാണെന്നൊക്കെ അഭിനയിച്ചിട്ട് നിങ്ങൾ അയാളെ കൊന്നുകളഞ്ഞു. ഞാൻ പറഞ്ഞത് ശരിയല്ലേ മിസ്റ്റർ രാജവർദ്ധൻ? സത്യം എങ്ങനെയും പുറത്താകുമെന്നുള്ള പേടിയിൽ അത് കവർ ചെയ്യാനുള്ള നാടകമല്ലേ? ആൻഡ് ഫൈനലി നിങ്ങളും വിദ്യയും ചേർന്ന് വിക്രത്തിനെ കൊന്നുകളഞ്ഞ VC കമ്പനിയും വിക്രത്തിന്റെ പ്രോപ്പർട്ടി എല്ലാം തന്റെ കയ്യിൽ വന്നു ചേരുമെന്നുള്ള ആശയിൽ കൊന്നുകളഞ്ഞ അയാളെ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ രാജവർദ്ധൻ? ഇവിടെ വേഗം പുറത്തു പോകാൻ പറ. ഹോം മിനിസ്റ്ററോടുള്ള ബഹുമാനം കൊണ്ട് അവരോട് മര്യാദയ്ക്ക് വർത്താൻ വന്നിട്ടുണ്ടെങ്കിൽ ഇതിലൊക്കെ അതിന് വെടിവെച്ച് വന്നാണ് ഞാൻ. എങ്ങനെ? വിക്രത്തിനെ കൊന്ന പോലെയോ? ഇന്നലെ പാർട്ടിയിൽ നിന്ന് ഇങ്ങനെയല്ലേ ഇറങ്ങിപ്പോയത്? സാർ, നിങ്ങൾ ദയവ് ചെയ്ത് ഇവിടെ നിന്ന് പോകണം സാർ. സാർ, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക് പ്ലീസ് സാർ, പ്ലീസ്. രാജവർദ്ധൻ സാർ ഇതുപോലെ ദേഷ്യപ്പെടുന്നത് ഞാനിതുവരെ കണ്ടിട്ടില്ല സാർ. ഇനിയും ചോദ്യങ്ങൾ ചോദിച്ചിരുന്നെങ്കിൽ അദ്ദേഹം ചത്തുപോയനെ സാർ. എന്താടാ സമ്പത്തെ, താനത് ലാൻഡിന്റെ കാര്യം പറഞ്ഞപ്പോൾ അങ്ങയുടെ മുഖം മാറുന്നുണ്ടോ? ഓ അതോ, രാജവർദ്ധൻ സാർ കാക്കനാട്ടൊരു വെഞ്ചർ സ്റ്റാർട്ട് ചെയ്തിരുന്നു സാർ. ആ സ്ഥലത്തിനൊരു പ്രശ്നമുണ്ടായിരുന്നത് സോൾവ് ചെയ്ത അവരാണ് സാർ. വെഞ്ചറോ? അതെ സാർ, വലിയ വെഞ്ചറായിരുന്നു സാർ. ഏകദേശം 800 മുതൽ 1000 കോടി വരെ വിലയുണ്ട് സാർ. സാർ സാർ ഇവിടെ നിർത്തിക്കും സാർ, ഇവിടെ അടുത്ത് തന്നെ എൻ്റെ വീട്. ഈ വെഞ്ചറും രാജവർദ്ധനും തമ്മിലുള്ള ബന്ധം എന്താണ്? ക്രിസ്, പറയൂ സാർ. നീ അർജന്റായിട്ട് ക്രൈം റിപ്പോർട്ട് ബ്യൂറോയിലേക്ക് പോയി ഇതിനു മുമ്പ് രാജവർദ്ധൻ അവിടെ കേസ് വല്ലതും ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് എല്ലാ കാര്യങ്ങളും എന്നെ ഉടനെ തന്നെ വിളിച്ചറിയിക്കണം. Sir, can we leave?
സനാതൻ, സനാതൻ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ കോപ്പറേഷൻ. ഞങ്ങൾ എപ്പോൾ വിളിച്ചാലും അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരേണ്ടി വരും. ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ ആരും തന്നെ ഈ സീറ്റ് വിട്ട് പുറത്തു പോകാൻ പാടില്ല. ഇൻവെസ്റ്റിഗേഷനോ? ഇനി എന്തിനാ? ആ കേസ് ഇനി സോൾവ് ആയിട്ടില്ല. പ്ലീസ് കോപ്പറേറ്റ് വിത്ത് us. സനാതൻ, സനാതൻ, നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. ഞാൻ അന്വേഷിക്കുന്ന കേസിലെ കുറ്റവാളിയുമായിട്ട് അനാവശ്യമായി സംസാരിക്കില്ല. എനിക്കും ഈ കേസിനെ കുറിച്ച് ഒരു ക്രൂഷ്യൽ ഇൻഫർമേഷൻ ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇതിനു മുൻപ് നമ്മൾ സ്ഥിരമായി കാണുന്ന കോഫി ഷോപ്പിൽ വെച്ച് തന്നെ ഡിസ്കസ് ചെയ്യാം. വരൂ പ്ലീസ്. ഞാൻ ചുടിയാകെ തിരയും ചെറുചൂടോ, ഞാൻ പദതാളം തിരയും ചെറുകാറ്റോ, നിറച്ചിരികൾ പൂപ്പാട്ടാകും നീരാവിൽ മിഴിത്തൂകി മഴയത്ത് ചെന്തും കൈതാളം, നീ മെല്ലെ മുത്തുന്നാകെ ഈ ഹൃദയം നെഞ്ചോതിയ മൊത്തോടിഷ്ടം ഈ നിമിഷം. ചില മോഹനമോഹ ചില മോഹനമോഹ കളി കണ്ടൊരു ക്ഷണമോ ഉണരുമേ പ്രണയരാഗ സതിരേ. ചില മോഹനമോഹ ചില മോഹനമോഹ കളി കണ്ടൊരു ക്ഷണമോ ഉണരുമേ പ്രണയരാഗ സതിരേ. പല നിനവോ ദൂരെ മനമോ കണ്ടിന്ന് അരികെ ഇണമയിൽ വരമായി ചിമ്മുന്നു. സ്വന്തം പണ്ടേ നിന്നെ കണ്ടില്ലേ, കണ്ടാലോ കൊഞ്ചും മാറോ ചേരുന്നേ. നിന്നെ മായാ നിറച്ചിന്നാകെ അരികത്തായി വന്നേ നിന്നെ എന്നും ഐസ്കാന്തം പോലായ നിഷ്ടം നീ നിൽപ്പൂ ഈ മെയ്താരിൽ. ചില മോഹനമോഹ ചില മോഹനമോഹ കളി കണ്ടൊരു ക്ഷണമോ ഉണരുമേ പ്രണയരാഗ സതിരേ. ചില മോഹനമോഹ ചില മോഹനമോഹ കളി കണ്ടൊരു ക്ഷണമോ ഉണരുമേ പ്രണയരാഗ സതിരേ. ചില മോഹനമോഹ ചില മോഹനമോഹ കളി കണ്ടൊരു ക്ഷണമോ ഉണരുമേ പ്രണയരാഗ സതിരേ. ചില മോഹനമോഹ ചില മോഹനമോഹ കളി കണ്ടൊരു ക്ഷണമോ ഉണരുമേ പ്രണയരാഗ സതിരേ. How is your life going on? എനിക്ക് പ്രത്യേകിച്ച് എന്താ ഉള്ളത്? നിനക്കോ? Not bad. തന്നെ കണ്ടു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് ഇങ്ങനെ അല്ലായിരുന്നു എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. രാവിലെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ വളരെ സിമ്പിളായിട്ട് ആൻസർ പറഞ്ഞിട്ട് എസ്കേപ്പായി. ഇനി പറ, MBBS പഠിച്ച നീ ഫിനാൻസ് കമ്പനിയിൽ എന്തിനാ ജോലിക്ക് പോയത്? എൻ്റെ അച്ഛൻ ഒരു ഫിനാൻസ് കമ്പനിയിൽ നിന്ന് കുറച്ച് ലോൺ എടുത്തിരുന്നു. ഞങ്ങൾ അടയ്ക്കാനുള്ള പണത്തേക്കാൾ കൂടുതൽ 10 ഇരട്ടി ഉടനെ അടയ്ക്കണമെന്ന് പറഞ്ഞു. വളരെ മോശമായിട്ട് ഞങ്ങളോട് പെരുമാറി. അച്ഛൻ്റെ മാനസിക നില ആകെ തെറ്റി. ലോൺ അടയ്ക്കാൻ പറ്റാതെ ആത്മഹത്യ ചെയ്യായിരുന്നു അച്ഛൻ. ഐ ആം സോറി ഫോർ ദ ലോസ്. അതുപോട്ടെ, നീ
പറയാൻ വന്ന ഇൻഫർമേഷൻ എന്താണ്? ഓഫീസിൽ വിക്രം. 1 മിനിറ്റ്. രുദ്ര പറയൂ. നീ അർജന്റായിട്ട് ഫോറൻസിക് ലാബിലേക്ക് വാ. ചില ക്ലൂസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഐ ആം കമ്മിങ്. സുധീഷ, എനിക്കൊരു അത്യാവശ്യ കാര്യമുണ്ട്. ഇവളൊരു മെഡിക്കൽ സ്റ്റുഡൻ്റ് അല്ലേ? ഈ കേസിന് ഇവളെ യൂസ് ആകും. സുധീഷ, കം വിത്ത് മീ. ഓക്കെ. രുദ്ര, ഇവളെന്താ ഇവിടെ? ഇവള് സസ്പെക്ട് അല്ലേ? ഇവളെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്ന്? എടാ, ഇവളൊരു മെഡിക്കൽ സ്റ്റുഡൻ്റാ. നമ്മുടെ കേസിന് ഇവള് സഹായമാകും. മനസ്സിലായില്ലേ നിനക്ക്? ലെറ്റ്സ് ഗോ. Decomposed body phase. Reconstruction processing is going on. It will take some times. And decomposed body red and blue thread കിട്ടിയിട്ടുണ്ട്. എനിക്കറിയാവുന്ന മെഡിക്കൽ നോളജ് വെച്ച് നോക്കുമ്പോൾ ഡീകമ്പോസ് ആയ ബോഡിയുടെ മുകളിലുള്ളവയെല്ലാം ഡീകമ്പോസ് ആകണം, ഇൻക്ലൂഡിംഗ് ക്ലോത്ത്സ് ആൻഡ് ത്രെഡ്സ്. പക്ഷേ ഈ ത്രെഡ്സ് ഒന്നും ഡീകമ്പോസ് ആവാത്തത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. She is right. He is Devan, Fabrics forensic doctor. ഇവിടെ നമുക്ക് കിട്ടിയ ത്രെഡ്സ് സിന്തറ്റിക് ഫൈബറിൽ ഉണ്ടാക്കിയതാണെന്ന് ഉറപ്പായും പറയാൻ പറ്റും. എന്താന്ന് വെച്ചാൽ നാച്ചുറൽ ത്രെഡ്സ് ആണെങ്കിൽ ഉറപ്പായും ദ്രവിച്ചു പോയിട്ടുണ്ടാവും. പക്ഷേ ഇത് സിന്തറ്റിക് ഫൈബറിൽ ഉണ്ടാക്കിയതായതുകൊണ്ട് ദ്രവിച്ചു പോകാതെ കളറിൽ മാത്രമേ മാറ്റം വന്നിട്ടുള്ളൂ. അതെങ്ങനെ? റെഡ് ആൻഡ് ബ്ലൂ വിച്ച് ആർ ദ പ്രൈമറി കളേഴ്സ്. ഇത് രണ്ടും മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന സെക്കൻഡറി കളർ വയലറ്റ്. ദാറ്റ്സ് റൈറ്റ്. ഇത്തരം ത്രെഡുകൾ യോഗ മാറ്റ്, ഫ്ലോർ മാറ്റ്, കാർ മാറ്റ്, ഡോർ മാറ്റ് ഇതിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഈ ഡീകമ്പോസ് ബോഡിയിൽ സിന്തറ്റിക് ഫാബ്രിക് ത്രെഡ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ ത്രെഡിന്റെ മേലെയാണ് ജെ എന്ന സിമ്പൽ ഉള്ളത്. ഇത് തീർച്ചയായും ഏതോ ഒരു കമ്പനിയുടെ ബ്രാൻഡ് നെയിമാണ്. ഈ കേസിലെന്താ ഇത്രയും കുരുക്കുകൾ? ഈ കുരുക്കെല്ലാം അഴിച്ചേ പറ്റുള്ളൂ. എല്ലാം സോൾവ് ചെയ്യണം. തിങ്ക് സനാതൻ, തിങ്ക്. ജെ എന്ന ആൽഫബറ്റിലുള്ള ഫാബ്രിക് പ്രോഡക്ട്സ് എന്താ? ജോഷി ഫാബ്രിക്സ്, ജ്യോതി ഫാബ്രിക്, ജാക്ക് ആൻഡ് ജോൺസ്. വെയിറ്റ്. എന്തിനാ ഈ ഫാബ്രിക് പ്രോഡക്ട്സിനെ കുറിച്ച് ആലോചിക്കുന്നത്? എന്നാൽ ഈ ഫാബ്രിക് പ്രോഡക്ട്സ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ലൈക്ക് ഓഫീസ് ബിൽഡിങ്സ്, ഷോപ്പിംഗ് മാൾസ്, വെഹിക്കിൾസോ? അതായത് കാർ അല്ലെങ്കിൽ ബസ്. ജയിൽ തുടങ്ങുന്ന വെഹിക്കിൾ ഏതാ? ജീപ്പ്, ജാഗ്വാർ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് വയലറ്റ് കളറിലുള്ള ജാഗ്വാർ ഇന്റീരിയസ്. രുദ്ര, we need customer jogger car list in the city limit immediately. ഓക്കെ. ഹലോ, എനിക്ക് അർജന്റായിട്ട് സിറ്റിയിലെ കസ്റ്റമേഴ്സ് ജാഗ്വാറിന്റെ ലിസ്റ്റ് വേണം. ഓക്കെ സർ. ക്വിക്ക്, അർജന്റ്. ഓക്കെ സർ. We got it. Details? First, Bhanu Prakash, businessman. No. Second, Padmaja Reddy, lawyer. No. Rajavardhan, minister. No. രാജവർദ്ധൻ. Hey, ഒന്നുകൂടെ പറഞ്ഞേ. Third, Rajavardhan, minister. ഓ, രാജവർദ്ധൻ. യെസ്, എന്റെ കണക്കൂട്ടലെല്ലാം ശരിയാണ്. സർ, പറയൂ കൃഷ്ണ. സാർ പറഞ്ഞതുപോലെ ഞാൻ ആ രാജവർദ്ധനെ കുറിച്ച് അന്വേഷിച്ചു. അയാളുടെ പേരിൽ ഒരുപാട് കേസുണ്ട് സർ. പക്ഷേ ഇതിൽ ഏത് കേസാണ് നമ്മൾ അന്വേഷിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സർ. ഫ്യൂ മന്ത്സ് ബാക്ക് എന്തെങ്കിലും കേസുണ്ടോന്ന് നോക്കി. ഒരു കേസ് ഫയലായിട്ടുണ്ട് സർ. അത് വേറൊന്നുമല്ല സർ. രാജവർദ്ധന്റെ PA ചോട്ടയുടെ മിസ്സിംഗ് കേസാണ്. അയാളുടെ ഭാര്യയും രാജവർദ്ധനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് സർ. ഓക്കെ, അർജന്റായിട്ട് എനിക്ക് FIR കോപ്പി ആക്കി. ഓക്കെ സർ, ഞാൻ വാട്സപ്പിൽ അയക്കാം. സനാതൻ, ഡീകമ്പോസ്ഡ് ബോഡി റീകൺസ്ട്രക്ഷൻ ആയിട്ടുണ്ട്. യു ക്യാൻ ചെക്ക് ഇറ്റ് ഓൺ ദ സ്ക്രീൻ. രാജവർദ്ധന്റെ PA ചോട്ടയാണോ? സാർ, ഈ കേസിന് ഒരു ത്രെഡ് കിട്ടി സാർ. നോ, ഈ ത്രെഡ്സ് വെച്ചുകൊണ്ട് നമുക്ക് രാജവർദ്ധനെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അയാൾക്കെതിരെ ഒരുപാട് FIR ഉണ്ട്, പക്ഷെ ശക്തമായ എവിഡൻസ് ഇല്ല. അയാളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ പക്കൽ സ്ട്രോങ് എവിഡൻസും ഐ വിറ്റ്നസും ഉണ്ടായിരിക്കണം. സോ രാജവർദ്ധനെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ
അതിശക്തമായ തെളിവ് വേണം. ഇതെന്താണ് ഇവിടെ വന്നിരിക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ചേച്ചി. വാട്ട് ഇസ് ദ സ്റ്റേറ്റസ് ഓഫ് ദി കേസ്? ഞാൻ ആകെ സ്റ്റക്കായിട്ടിരിക്കാളിയാ. എല്ലാ കാര്യങ്ങളും എനിക്കറിയാം, പക്ഷേ എവിടെയോ എന്തൊക്കെയോ മിസ്സാകണം അളിയാ. നീ അവനെ കുറിച്ച് എന്തെങ്കിലും ക്ലൂ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക, പക്ഷെ അന്വേഷിക്കുന്നില്ല. അവൻ എവിടെന്നാ തുടങ്ങിയത്? ഡു ഹിസ് കംപ്ലീറ്റ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക്. VC ഫിനാൻസുകാരെ എമൗണ്ട് ബാങ്കിൽ ഇട്ടെന്ന് പറഞ്ഞു. ബാങ്കിൽ ചെന്നപ്പോൾ 0 ബാലൻസാ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല സാർ. എന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി വെച്ചിരുന്ന പണമാ സാറേ അത്. അത് തിരിച്ചിട്ടില്ല എന്റെ ജീവിതം തന്നെ ഇല്ലാതാകും. കമ്പനി തുടങ്ങുമ്പോൾ ലോണിന് പലിശ ഇല്ലാന്നാ പറഞ്ഞേ. ഇപ്പോ പലിശ മാത്രമാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കാണ് ജീവിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയായി. ഞങ്ങളുടെ കമ്പനിയുടെ ലക്ഷ്യം അവരുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുക എന്നതാണ്. എപ്പോഴും ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യണമെന്ന് പറയാറുണ്ടായിരുന്നു. അതിനുവേണ്ടിയാ VC കമ്പനി സ്റ്റാർട്ട് ചെയ്തത് തന്നെ. Vikram is a friend, philosopher and a business partner. ഈ കമ്പനിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? വിക്രത്തിന്റെ പേരിൽ എന്താണ് ഇത്രയും നെഗറ്റീവ്? വാട്ട്സ് ഹാപ്പനിങ്? ഇതെന്താണ് ഇവിടെ വന്നിരിക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ചേച്ചി. വാട്ട് ഇസ് ദ സ്റ്റേറ്റസ് ഓഫ് ദി കേസ്? ഞാൻ ആകെ സ്റ്റക്കായിട്ടിരിക്കാളിയാ. എല്ലാ കാര്യങ്ങളും എനിക്കറിയാം, പക്ഷേ എവിടെയോ എന്തൊക്കെയോ മിസ്സാകണം അളിയാ. നീ അവനെ കുറിച്ച് എന്തെങ്കിലും ക്ലൂ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക, പക്ഷെ അന്വേഷിക്കുന്നില്ല. അവൻ എവിടെന്നാ തുടങ്ങിയത്? ഡു ഹിസ് കംപ്ലീറ്റ് ബാക്ക്ഗ്രൗണ്ട് ചെക്ക്. VC ഫിനാൻസുകാരെ എമൗണ്ട് ബാങ്കിൽ ഇട്ടെന്ന് പറഞ്ഞു. ബാങ്കിൽ ചെന്നപ്പോൾ 0 ബാലൻസാ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല സാർ. എന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി വെച്ചിരുന്ന പണമാ സാറേ അത്. അത് തിരിച്ചിട്ടില്ല എന്റെ ജീവിതം തന്നെ ഇല്ലാതാകും. കമ്പനി തുടങ്ങുമ്പോൾ ലോണിന് പലിശ ഇല്ലാന്നാ പറഞ്ഞേ. ഇപ്പോ പലിശ മാത്രമാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കാണ് ജീവിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയായി. ഞങ്ങളുടെ കമ്പനിയുടെ ലക്ഷ്യം അവരുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുക എന്നതാണ്. എപ്പോഴും ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യണമെന്ന് പറയാറുണ്ടായിരുന്നു. അതിനുവേണ്ടിയാ VC കമ്പനി സ്റ്റാർട്ട് ചെയ്തത് തന്നെ. Vikram is a friend, philosopher and a business partner. ഈ കമ്പനിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? വിക്രത്തിന്റെ പേരിൽ എന്താണ് ഇത്രയും നെഗറ്റീവ്? വാട്ട്സ് ഹാപ്പനിങ്? ഈ ഓഫീസിനുള്ളിൽ എന്തൊക്കെയോ തെറ്റുകൾ സംഭവിക്കുന്നു. എന്തായിരിക്കും അത്? വിക്രം ജനത്തെ സേവിക്കുകയാണോ അതോ ജനങ്ങളെ വഞ്ചിക്കുകയാണോ? രാജവർദ്ധന്റെ PA ചോട്ടയുടെ മിസ്സിംഗ് കേസാണ്. അയാളുടെ ഭാര്യയും രാജവർദ്ധനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് സർ. രുദ്ര, ഉടനെ തന്നെ ചോട്ടയുടെ വൈഫിനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരണം. ഐ ആം ഓൺ മൈ വേ. നിങ്ങളുടെ പേര്? എൻ്റെ പേര് സിരീഷ എന്നാ. ഓക്കെ. ചോട്ടയുടെ ഭാര്യയാ ഞാൻ. ശ്രീഷ മാഡം, സാറ് വിളിക്കുന്നു. നിങ്ങളാണോ ചോട്ടയുടെ വൈഫ്? അതെ സർ.
നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളോട് എങ്ങനെയാണ് പെരുമാറുന്നത്? അയാൾ വീട്ടിൽ നിന്ന് പോയ അവസാന ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും മെസ്സേജ് തന്നിരുന്നോ? അദ്ദേഹവും ഞാനും നല്ല സ്നേഹത്തിൽ തന്നെയായിരുന്നു. വീട്ടിൽ നിന്നും ഇറങ്ങുന്നതിന് മുമ്പ് എന്നോടൊന്നും പറഞ്ഞിരുന്നില്ല സർ. നിങ്ങൾ മിസ്സിംഗ് കംപ്ലൈൻറ്റ് കൊടുക്കും മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും ഫോണോ മറ്റു മെസ്സേജോ ഒന്നും ചെയ്തില്ല? ദിവസം ഏതെങ്കിലും ഒരു സമയത്ത് എന്നോടും കുട്ടികളോടും ഫോൺ ചെയ്ത് സംസാരിക്കായിരുന്നു. പക്ഷെ പോയ അന്നു മുതൽ ഇന്നുവരെ എനിക്കൊരു കോൾ പോലും ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹം പോയ ഒരാഴ്ചയ്ക്ക് ശേഷം മിസ്സായെന്നൊരു കംപ്ലൈന്റ് ഞാൻ കൊടുത്തത്. പക്ഷേ ആരും അത് കണക്കിലെടുത്തില്ല സർ. നിങ്ങളുടെ ഹസ്ബൻഡ് മിസ്സായതല്ല, ആരോ കൊന്നതാ. ഞങ്ങളുടെ എല്ലാ തെളിവുണ്ട്. നിങ്ങളുടെ ഹസ്ബൻഡിനെ കുറിച്ച് എന്തെങ്കിലും മറച്ചു വെച്ചാൽ അതിൻ്റെ നഷ്ടം നിങ്ങൾക്ക് നീതി കിട്ടണമെങ്കിൽ എല്ലാം തുറന്നു പറയൂ. അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ സാറിന് വേണമെന്നുണ്ടെങ്കിൽ എല്ലാം ഇതിലുണ്ട് സാറേ. നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ബോഡി ഫോറൻസിക് ലബോറട്ടറിയിലുണ്ട്, നിങ്ങൾക്ക് അങ്ങോട്ട് പോയി വാങ്ങിക്കാം. സനാതൻ, വാട്ട്? ഇത് കണ്ടോ? പോഷായിട്ട് ഇംഗ്ലീഷ് പറയുന്ന വിക്രമും ദിവ്യയും തന്നെയാണ് ഇത്. ഐ കാൺട്ട് ബിലീവ് ദിസ്. നമ്മൾ കണ്ടതും മനസ്സിലാക്കിയതും എല്ലാം വേറെയാണ്. റിയാലിറ്റി ടോട്ടലി ആൻഡ് പ്രെഡിക്റ്റബിൾ. ഗുഡ് മോർണിംഗ് സാർ. സർ, ഇത് വിക്രവും ദിവ്യയല്ലേ? ഇവരെന്താ ഈ ഗെറ്റപ്പില്? ക്രിഷ്, 1 മിനിറ്റ്. സർ, അങ്ങനെ തന്നെ നിൽക്കുക. ഇങ്ങനെ തരൂ. എന്ത് പറ്റി സർ? ഈ ഫോട്ടോയുടെ പിന്നാമ്പുറത്ത് എന്തൊക്കെയുണ്ട്. ചോട്ടായ്ക്ക് നമ്മളോട് എന്തൊക്കെയോ പറയണമെന്നുണ്ട്. ഇതൊക്കെ എവിടെയോ കണ്ടിട്ടുണ്ട് ഞാൻ. യെസ്, ഇത് സർ, ഇറ്റ്സ് എ QR കോഡ് സർ. ആ ഡിസ്കിലും പെൻഡ്രൈവിലും സേവ് ചെയ്തിരുന്ന ഡാറ്റ ഇപ്പോൾ QR കോഡിൽ സേവ് ചെയ്തിരിക്കുന്നു. ഫോട്ടോസിന്റെ പുറത്ത് തന്നെ QR കോഡ്. ഇപ്പൊ സമൂഹത്തിന് ദ്രോഹം ചെയ്യുന്നവരെല്ലാം ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. 1 സെക്കൻഡ് സർ. റീസെന്റ് ജപ്പാൻ ഗ്രേവ്യാർഡ്സിൽ മരിച്ചുപോയ ആൾക്കാരുടെ എല്ലാ വിവരങ്ങളും അവർ QR കോഡ് ആക്കാറാണ് പതിവ്. ദിസ് ഇസ് ദ വേ ടു ഹൈഡ് ദ സീക്രട്ട് സർ. ഗോട്ട് ഇറ്റ്. ഇവന്റെ പേര് വിക്രം ചക്രവർത്തി. ചതിക്കാൻ ഇവൻ കഴിഞ്ഞയാളാണ്. ഗ്രാമത്തിലുള്ള ആളുകളെ വളരെ വിദഗ്ധമായി പറ്റിച്ച് ആരും അറിയാത്തൊരു വിത്തിന്റെ പേരിൽ ബിസിനസ് തുടങ്ങി. ആ ഗ്രാമത്തിലെ ആളുകളുടെ പേര് പറഞ്ഞ് ആ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ആ ബാങ്കിനെയും ഗ്രാമവാസികളെയും വഞ്ചിച്ച് 5 കോടി രൂപയുമായി അന്ന് അവൻ എന്നെ കാണാൻ വന്നു. എടാ അവിടെ നിക്ക്. അവിടെ നിക്ക്. എങ്ങോട്ടാ ഈ തള്ളി കയറി പോകുന്നത്? സാറ് ഭയങ്കര നാട്ടുകാരനാ. അതൊന്നും ഇപ്പൊ പറഞ്ഞാൽ ശരിയാവില്ല. ഏയ്, ആരടാ നീ? നമസ്കാരം സാറേ, എന്റെ പേര് വിക്രം ചക്രവർത്തി. എന്റെ ഗെറ്റപ്പ് സെറ്റപ്പും കണ്ട് ഞാൻ യാതൊരു വായിക്കും കൊള്ളില്ലല്ലോടാ. പേരാണെങ്കിലോ വിക്രം ചക്രവർത്തി. എന്താ നിന്റെ പ്രശ്നം? അദ്ദേഹത്തിന്റെ അടുത്ത് കുറച്ച് പേഴ്സണലായിട്ട് ബിസിനസിനെ പറ്റി സംസാരിക്കാൻ. നിനക്ക് ബിസിനസ്സോ? അയ്യോ സാറേ, സാറിന് എന്നെ ശരിക്കും അറിയാത്തോണ്ടാ. യു ആർ ടോട്ടലി മിസ്റ്റേക്കൻ മീ. നീ ആരാണെന്ന് അറിയേണ്ട ആവശ്യം എനിക്കൊന്നുമില്ല. പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ നോക്ക്. ചെല്ലെ ആരമുറി ഇംഗ്ലീഷും പഠിച്ചോണ്ട് വരും ആളാവേ. സ്ഥലപ്പെട്. ചോട്ടാ, ആരാത്? സാറേ, സാറിനെ കാണുന്ന പറഞ്ഞ് ഇയാൾ ഇവിടെ ലഹള ഉണ്ടാക്കാം സാറേ. ഒരു 10 മിനിറ്റ് സംസാരിക്കണം സാറേ. ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. പതുക്കെ. ഇത് രാജവർദ്ധൻ സ്വഭാവത്തിന്റെ കാര്യത്തിൽ ഒരു രാക്ഷസനാണ്. അടിമത്തത്തിൽ നിന്നും വളർന്നു വന്ന് പ്രജകളുടെ രാജാവായവൻ. ഇനിയും വളരണമെന്ന് മനസ്സിലോർത്ത സമയത്ത് വിക്രത്തിനെ കണ്ടു. സാറേ നമസ്കാരം. സാറേ, എന്റെ പേര് വിക്രം ചക്രവർത്തി എന്നാ. ദിവ്യ, അവളെ കണ്ടാൽ ആരും ഒന്ന് മയങ്ങിപ്പോകും. അവളുടെ സൗന്ദര്യത്തിൽ മറ്റുള്ളവരെ മയക്കി വീഴ്ത്തി കോടീശ്വരിയാകണമെന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് അവൾ വിക്രത്തെ കണ്ടുമുട്ടുന്നത്. ഞാനും സാറിന്റെ ജാതി തന്നെയാ. ഓ, നമ്മുടെ ആളാ. ആ ചാക്കിലെന്താ?
ദാ ഇപ്പൊ കാണിക്കാം. ഹേയ്, എന്തിനീ തോക്ക്? സാറേ സാറേ ഇതെന്റെ പേഴ്സണലാ സാറേ. എടാ, നീ ഈ തോക്കൊക്കെ കൊണ്ടുവന്നത് എന്നെ ഷൂട്ട് ചെയ്യാനൊന്നുമല്ലല്ലോ. അയ്യോ സാറേ, ഞാൻ നിങ്ങളെ എനിക്ക് നിങ്ങൾ ദൈവത്തെ പോലെയാ. നിങ്ങളാണ് എന്റെ ഇൻസ്പിറേഷൻ. ഓ. പിന്നെ ചാക്കിലെന്താന്ന്? ആരവൻ ഇത്രയും പണമായിട്ട്? 5 കോടിയുണ്ട് സാറേ. എങ്ങനെ? പാവങ്ങളുടെ വിശ്വാസമാ നമ്മുടെ ശ്വാസം. സാറേ, ഇവനെ കണ്ടിട്ട് ഒരു ഫ്രോഡ് ലുക്കുണ്ട്. ഫ്രോഡ് കാണിക്കാതെ ഉയർച്ചയിലേക്ക് എത്തിയ ഒരാളെ കാണിക്കാൻ പറ്റുമോ? ഇതൊക്കെ വെച്ച് നീ എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നേ? സാറേ, എൻ്റെ അടുത്തൊരു ഐഡിയ ഉണ്ട്. ഐഡിയ? ആദ്യം അവനൊന്ന് പറയട്ടെ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം. സാറേ, നമ്മുടെ രാജ്യത്തെ സ്വത്തില്ലാത്തവര് ധാരാളമുണ്ട്. പക്ഷെ ആഗ്രഹങ്ങളില്ലാത്തവരായിട്ട് ആരെങ്കിലും കാണുമോ? ആ ആശയാണ് നമ്മുടെ വളർച്ചയ്ക്കുള്ളൊരു മൂലധനം. നീ പറയുന്നൊക്കെ നല്ല കാര്യ, പക്ഷെ നമ്മളെ വിശ്വസിച്ച് ആരാ തരാ? എന്റെ സാറേ, ജനങ്ങൾ നമുക്ക് തരണമെങ്കിൽ ആദ്യം നമ്മൾ ജനങ്ങൾക്ക് കൊടുക്കണം. നമ്മളിലൊരു വിശ്വാസം അവർക്ക് വരണം. പിന്നെ നമ്മൾ അവരെ വിറ്റാ പോലും ഒരുത്തനും കേക്കില്ല സാറേ. ഇവൻ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുന്നവൻ തന്നെയാ. ഈ 5 കോടി ഈ വാർഡിലുള്ള എല്ലാവർക്കും, പാവങ്ങൾ എല്ലാവർക്കും പലിശയില്ലാതെ നമുക്ക് കൊടുക്കാം സാറേ. അതോടുകൂടി ജനങ്ങൾക്ക് നിങ്ങളോടുള്ള വിശ്വാസം വളരെയധികം വർദ്ധിക്കും. അത് നിങ്ങളുടെ പൊളിറ്റിക്കൽ ഫ്യൂച്ചറിന് ശരിക്കും പ്രയോജനപ്പെടും. ഇത്രയും നാളും നിന്നെ പോലെ ഒരാൾ കൂടെ ഇല്ലാതെ ഒരു MLA എന്ന് പറഞ്ഞ് നടക്കായിരുന്നു. പറയടാ, പറ 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 പറ. 120 കോടി ജനങ്ങളുണ്ട്. അതിലൊരു 10 കോടി ജനങ്ങൾ അവര് ദിവസവും സമ്പാദിക്കുന്ന പണത്തിൽ നിന്ന് ഓരോ ദിവസവും ഒരു 10 രൂപ വെച്ച് നമുക്ക് തന്നാ എത്ര കിട്ടും സാറേ? സാറേ, 100 കോടി. പട്ടിണി കിടക്കുന്നവന് ഒരു നേരത്തെ ആഹാരം കൊടുത്താലേ അവന്റെ ജീവനുള്ളിടത്തോളം കാലം അവൻ നമ്മളെ ഓർത്തുകൊണ്ടിരിക്കും. ഒരുപക്ഷെ അവന്റെ കുടുംബത്തിന്റെ പട്ടിണി മാറ്റിയാലോ അവന്റെ നെഞ്ചിൽ നമ്മളെ കുടിയിരുത്തും സാറേ. ഇടത് കേൾക്കാൻ സുഖമൊക്കെയുണ്ട്, പക്ഷേ വർക്കൗട്ടാവോ? തീർച്ചയായിട്ടും വർക്കൗട്ട് ആവും സാറേ. അതിന് നമ്മളൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണം. ഒരുപക്ഷെ എന്തെങ്കിലും കേസോ വല്ലെന്ന് വന്നാലേ കോടിക്കണക്കിന് ഇൻവെസ്റ്റേഴ്സ് ഉള്ളത് കൊണ്ട് നമ്മളെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇൻവെസ്റ്റർ സത്യം മനസ്സിലാക്കി നമ്മളോട് ചോദിക്കാൻ വന്നാല് 10 വാ അടയ്ക്കാൻ സാധിച്ചാ 11ാമത്തെ വാ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് അടഞ്ഞോളൂ സാറേ. കേറി മുകളിലിരിക്കേ. ശരി സാറേ. അവിടെയല്ല, കേറി സെറ്റിലിരിക്കേ. എടാ, പറഞ്ഞത് കേട്ടില്ലേ? എടാ, കേറിയിരിക്കേ. കേറിയിരിക്കാൻ. എടാ, പറഞ്ഞേക്ക്, കേറിയിരിക്കേ. സാറേ, പറയ്. അയ്യോ സാറേ, ഇതൊന്നും വേണ്ട സാറേ, വേണ്ട സാറേ. വലിക്കേ. പറയടാ, പറയേ. നമ്മൾ ചെയ്യാൻ പോകുന്ന ബിസിനസ്സിൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടതേ ജാതിക്കാ. നമ്മുടെ രാജ്യത്ത് ജാതി, മതം, സമുദായം എന്ന് പറഞ്ഞ് എന്ത് ചെയ്താലും
ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാ കൺമുമ്പിൽ കാണാത്ത ജാതി നമ്മൾ ആയുധമാക്കാൻ പോകുന്നത്. ഏത് കസ്റ്റമർ ആണെങ്കിലും ശരി, ഏത് ഇൻവെസ്റ്റർ ആണെങ്കിലും ശരി, അവൻ്റെ കാസ്റ്റ് ഏതാണോ നമ്മളും അതേ കാസ്റ്റാണെന്ന് അവനെ വിശ്വസിപ്പിക്കണം. നമ്മുടെ രാജ്യത്ത് മതഭ്രാന്തിന് അടിമയാകാത്തവരായിട്ട് ആരുമില്ല. ഇവർ ഇത്രയൊക്കെ ഫ്രോഡ് പണി കാണിച്ചിട്ടും ഒരാൾ പോലും കംപ്ലൈന്റ് തന്നിട്ടില്ല. എന്തുകൊണ്ടാ? എന്തു പറയാനാ, എതിർത്ത് നിൽക്കാൻ ആർക്കും ധൈര്യമില്ല. എല്ലാത്തിനും കാരണമായി തീരുന്ന പാവങ്ങൾ, അവരുടെ ഉള്ളിലെ ഭയം. ഈ സസ്പെക്റ്റും വിക്രം ചക്രവർത്തിയും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? Something is there. ഒരു പാഴ്സൽ ഉണ്ടോ മാഡം? ആരുടെ പേരിലാണ് വന്നേക്കുന്നത്? സത്യ എന്നൊരു പേരിലാണ് വന്നേക്കുന്നത്. അതെന്താണ്, വീട്ടുപേരൊന്നും ഇല്ലേ? ഇനിഷ്യൽ പോലും ഇല്ലാത്ത ഒരു മനുഷ്യന്റെ ഐഡന്റിറ്റി എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് പറ. ഈ പാഴ്സലിൽ ഇനിഷ്യൽ ഒന്നും ഇല്ല മാഡം, വെറുതെ സത്യാന്ന് മാത്രം. സത്യ നിങ്ങളാണോ? അതെ, താങ്ക് യു. ശരി. എന്താ ഇത്? ഒരു മനുഷ്യന് ഇൻഷലും വീട്ടുപേരും ഒക്കെ വേണ്ടേ? ജനിച്ച നാട് അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ പേരിൻ്റെ ആദ്യമെങ്കിലും വേണ്ടേ? സോ ക്രിഷ് സർ, വാ ഇരിക്കെ. അർജന്റായിട്ട് VC കമ്പനിയുടെ സെർവർ ഹാക്ക് ചെയ്ത് ആ ഡീറ്റെയിൽസ് എനിക്ക് വേഗം തരും. യെസ് സർ. ഫസ്റ്റ് മാൻ. യെസ് സർ. 10 വർഷം മുൻപാണ് സർ VC കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. ഇതിൽ വിക്രം, ദിവ്യ ആൻഡ് രാജവർദ്ധൻ ആർ പാർട്ട്നേഴ്സ്. 200 എംപ്ലോയീസ് ഇൻ ദിസ് കമ്പനി സർ. 1 crore ഈസ് ദർ ഇൻവെസ്റ്റ്മെന്റ്. 1500 crores ഈസ് ദർ ആനുവൽ ഇൻകം സർ. പക്ഷേ ഈ അടുത്തിടയ്ക്കെങ്ങും അവർ ഒരു ട്രാൻസാക്ഷനും നടത്തിയിട്ടില്ല. ബട്ട് കപ്പിൾ ഓഫ് ഡേയ്സ് ബാക്ക് അവർ UK പോകാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഈ കമ്പനിയിൽ ഒരുപാട് ഫേക്ക് അക്കൗണ്ട്സ് ഉണ്ട് സർ. നമ്മുടെ സസ്പെക്ട് ക്വാളിഫിക്കേഷൻ ചെക്ക് ചെയ്യും. അതെങ്ങനെയാ സർ? വിത്ത് ദെയർ പ്രൊഫൈൽസ്. ഓക്കെ സർ. സർ, ശരിക്കും ഇവരുടെ ജോലിക്കും ക്വാളിഫിക്കേഷനും തമ്മിൽ ഒരു ബന്ധമില്ല സർ. ഇവരെല്ലാം ബാക്ക് ഡോർ കൺസൾട്ടേഷൻ വഴിയാണ് ഈ ജോലി നേടിയിരിക്കുന്നത്. സൂപ്പർ. അവരുടെ ഇൻഷ്യൽ വെച്ച് എംപ്ലോയീസ് ലിസ്റ്റിൽ എന്തെങ്കിലും മാച്ച് ചെയ്യുന്നോണ്ടെന്ന് ഒന്ന് വേഗം ചെക്ക് ചെയ്യും. സർ, ആരും മാച്ച് ആവുന്നില്ല സർ. ഷിറ്റ് ഗോഡ്. മൈ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് സർവീസസ്. മിഡിൽ ക്ലാസ് ഒക്കെ പറ്റിക്കപ്പെടുകയല്ലാതെ അവരാരെയും പറ്റിക്കില്ല. അവരാണ് എൻ്റെ ടാർഗറ്റ്. പാവങ്ങൾ. തിങ്ക് സനാതൻ, തിങ്ക്. കസ്റ്റമേഴ്സ് ആണ് ഇൻവെസ്റ്റേഴ്സ്. ക്രിഷ് സർ, ഒരു പ്രാവശ്യമെങ്കിലും ഈ കമ്പനി ഇൻവെസ്റ്റേഴ്സ് കസ്റ്റമേഴ്സുമായിട്ട് സസ്പെക്ടേഴ്സിന്റെ ഇൻഷ്യലോട്ട് മാച്ച് ചെയ്യുന്നുണ്ട് നോക്ക്. സർ, ആ 4 സസ്പെക്ടിന്റെയും ഫാമിലി മെമ്പേഴ്സ് ഈ ബാങ്കിൽ നിന്നും ലോൺ എടുക്കുകയും ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് സർ. യെസ്. അവരെല്ലാവരും മരിച്ചില്ലേ? അങ്ങനെയാണെങ്കിൽ ആ 4 പേരിൽ ഒരാളായിരിക്കും വിക്രത്തിനെ കൊന്നത്, ശരിയല്ലേ സർ? ഇന്റലിജന്റ് ഫെലോ. താങ്ക് യു സർ. Everyone has a dark side. So many broken lives. Are a life for a life. Our suspects are the victim. Victim are the suspects. ഈ മീറ്റിംഗിന്റെ പർപ്പസ് എന്താണ് സനാതൻ? ഇതുവരെ നമ്മുടെ വിക്രത്തിന്റെ കേസിൽ ബ്ലൈൻഡ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇറ്റ്സ് ടൈം ടു റിമൂവ് ദാറ്റ്. ഈ വിക്രം
നമ്മൾ വിചാരിച്ച പോലെ അല്ല ബിസിനസ് ചെയ്തത്. അയാൾ ചെയ്തിരിക്കുന്ന ഒരു വലിയ സ്കാമാണ്. എന്തായി പറയുന്നത്? യെസ് സർ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രോഡ് അയാൾ ചെയ്ത കുറ്റങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് എനിക്ക് വേറൊരു സ്കാം നിങ്ങളോട് പറയാനുണ്ട് സാർ. പോൺസി സ്കാം. പോൺസി സ്കാം എന്ന് പറഞ്ഞാൽ ചാർലീസ് പോൺസി എന്ന ഒരാളാണ് ഈ സ്കാം ആദ്യം കണ്ടുപിടിച്ചത്. ഫോർ എക്സാമ്പിൾ, ഈ സ്കാം എ എന്നൊരാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം ബി ആൻഡ് സി വ്യക്തികൾ ജോയിൻ ചെയ്യുന്നു. എ എന്ന വ്യക്തിക്ക് പണം ആവശ്യം വരുമ്പോൾ ബി ഓർ സി ഇൻവെസ്റ്റ് ചെയ്ത കാശ് അയാൾ വാങ്ങുന്നു. അതുപോലെ ബിക്ക് കാശ് ആവശ്യം വരുമ്പോൾ എയും സിയും കൊടുക്കുന്നു. സിക്ക് കാശ് ആവശ്യം വരുമ്പോൾ ബി ഓർ എ കൊടുക്കുന്നു. 3 പേർക്ക് ഒരേ സമയത്ത് പണം ആവശ്യം വരികയാണെങ്കിൽ ആ സമയത്താണ് കമ്പനിക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇതാണ് പോൺസി സ്കാം. ഈ സ്കാം പബ്ലിസിറ്റി ആയതിനു ശേഷം US ഗവൺമെന്റ് ചാർലസിനെ ജയിലടച്ചു. ആ ഐഡിയ കണ്ടുപിടിച്ച് അത് ഗവൺമെന്റുമായിട്ട് ലിങ്ക് ചെയ്ത് പ്രയോജനപ്പെടുത്തിയതാണ് ഈ ഇൻഷുറൻസ്. അതെല്ലാം പല പല രാജ്യങ്ങൾ 2 കൈ നീട്ടി സ്വീകരിച്ചുകൊണ്ട് ഇൻഷുറൻസ് ഒരു ബിസിനസ് ആക്കി മാറ്റി. വിക്രത്തിന്റെ VC ഫിനാൻസ് കമ്പനിയും ഇതൊക്കെ തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയത്. മിനിമം പേയ്മെന്റ് ഈസ് ദ വേസ്റ്റ് സ്കീം ടു ലൂട്ട് ഫ്രം ദ പബ്ലിക് സാർ. മുൻപൊക്കെ 10 രൂപ എന്ന് പറഞ്ഞ തീരെ വിലയുണ്ടായിരുന്നില്ല. ഇപ്പൊ 10 രൂപ കയ്യിലുണ്ടെങ്കിൽ ഈ ലോകന്റെ കാൽക്കില്ലായ പോലെ തോന്നണേ. നിനക്ക് എവിടെ നിന്ന് കിട്ടി ഇത്രയും ബുദ്ധി? ഈ സമൂഹമല്ലേ സാറേ എല്ലാം പഠിപ്പിച്ചു തരുന്നത്. നമ്മുടെ രാജ്യത്ത് ബലശാലിയേക്കാൾ ദുർബലന്മാരല്ലേ കൂടുതലും. ഹൈ എൻഡ് കാർ മുതൽ പച്ചക്കറി വരെ ഡിസ്കൗണ്ട് എന്നൊരു വാക്ക് കേട്ടാൽ മതി ക്യൂവിൽ നിൽക്കും നമ്മുടെ ജനങ്ങൾ. നമ്മുടെ ആന്ധ്രയിലും തെലങ്കാനയിലും വിക്രം ഫിനാൻസ് കമ്പനിയുടെ ഇൻവെസ്റ്റേഴ്സ് ആർ ഗ്രോയിങ് വെരി ഫാസ്റ്റ്. ആന്ധ്രയും തെലങ്കാനയും മാത്രോ? അത്രേ ഉള്ളൂ? ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്തിരുന്നു. ആന്ധ്രയും തെലങ്കാനയും മാത്രമല്ല, കർണാടക, കേരള, തമിഴ്നാടു, ഇവിടെയുള്ള എല്ലാ പാവങ്ങളും നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് ആകണം. തീർച്ചയായും ആകും. ഈ കമ്പനി എന്റേതാണ്. നിന്റെയല്ല, എന്റെയല്ല, നമ്മുടെ. ഈ കമ്പനി നമ്മളെല്ലാവരുടെയാണ്. റൂട്ടുകളില്ലാത്ത ഗ്രാമങ്ങളുണ്ടാവാം, പക്ഷെ നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് ഇല്ലാത്ത ഗ്രാമം ഉണ്ടാകാൻ പാടില്ല. VC ഫിനാൻസ് കമ്പനി, ഇറ്റ്സ് നോട്ട് ജസ്റ്റ് എ കമ്പനി, ഇറ്റ്സ് ദി പവർ, ദി ലോഡ് പീപ്പിൾ. ഇതൊക്കെയാണ് സർ വിക്രം ചക്രവർത്തി എന്ന ആൾ രാജവർദ്ധനുമായിട്ട് ചേർന്നുണ്ടാക്കിയ സ്കാം. ഇതാണ് പാവങ്ങളുടെ ബുദ്ധിമുട്ട്, പാവങ്ങളുടെ ആഗ്രഹങ്ങൾ, അതാണ് അവൻ തന്ത്രമാക്കിയെടുത്തത്. നെക്സ്റ്റ് വീക്ക് UK പോകാൻ പ്ലാൻ ചെയ്തു സാർ. ജനങ്ങൾ എത്ര പെട്ടെന്നാണ് ഇവരെയൊക്കെ ഇങ്ങനെ വിശ്വസിക്കുന്നു? വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തിലുണ്ട് സാർ. നമ്മൾ എത്രമാത്രം ആൾക്കാരെ വിശ്വസിക്കുന്നുണ്ടോ അതുപോലെ വഞ്ചിച്ചുകൊണ്ടേയിരിക്കും. എന്നാ സാറേ, നമ്മുടെ ആൾക്കാർ മിനിമം പേയ്മെന്റ്, ഡിസ്കൗണ്ട്, ഈ ഫ്രീ എന്ന് കേൾക്കുമ്പോൾ ഓടിപ്പോകും എനിക്ക് വേണമെന്നും പറഞ്ഞ്. ബിക്കോസ് our country is based on middle class and below middle class people. എത്ര പേരാ സാറേ ഈ വിക്രം ഫൈനാൻസ്, ചിറ്റ് ഫണ്ട്സ്, അങ്ങനെ ഓരോ കമ്പനിയിൽ പണം കൊടുത്ത് ഇല്ലാതാകുന്നത്? ഇതിൻ്റെയൊക്കെ അർത്ഥം ഒന്നാണ് സാർ, ആഗ്രഹം. നമ്മൾ ഇതൊന്നും അനുഭവിച്ചില്ലെങ്കിലും സാരമില്ല, നമ്മുടെ കുട്ടികൾക്ക്, ഫാമിലിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് കരുതി ഒന്നുമല്ലാതായി പോവുകയാണ് നമ്മുടെ ജനങ്ങൾ. ഇത്ര അറിവുള്ള വിക്രമിനെ ആരായിരിക്കും കൊന്നത്? സാർ, എനിക്ക് ഈ കേസ് വീണ്ടും തുടർന്ന് അന്വേഷിക്കാനുള്ള പെർമിഷൻ വേണം. അത് നിങ്ങളാണ് സാർ തരേണ്ടത്. സനാതൻ, ഞാൻ നിനക്ക് ഫുൾ ഫ്രീഡം തന്നിരിക്കുന്നു. ആ വിക്രമിനെ പോലുള്ളവരെ കൊന്നുകളയുന്നത് നല്ലത്. ആ കൊന്നവൻ എന്തായാലും നല്ല കാര്യമാണ് ചെയ്തത്. അവൻ ഈ രാജ്യത്തെ രക്ഷിക്കുക ചെയ്തത്. ഇത് എൻ്റെ ഒപ്പീനിയനാണ്. ഇനി നീ നിന്റെ ജോലി തുടങ്ങിക്കോളൂ. താങ്ക് യു സാർ. പേഴ്സണൽ അജണ്ട ഈസ് എ വേ ടു ഡു എനി ക്രൈം. അങ്ങനെ നോക്കുമ്പോൾ വിക്രത്തിനെ കൊല്ലേണ്ട ആവശ്യം എല്ലാവർക്കും ഉണ്ട്, അതിന് സംശയമില്ല. എന്നാൽ ഇവരിൽ ആരാണ് വിക്രത്തിനെ കൊന്നത്? ഈ കമ്പനിയിൽ നിന്ന് ലോൺ വാങ്ങിയ സുദർശൻ ലോൺ അടയ്ക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്തു. അയാൾ നിന്റെ ബ്രദറാണ്. സുനിൽ ഈ കമ്പനിയിൽ നിന്നെടുത്ത ലോൺ തിരിച്ചടയ്ക്കാൻ കഴിയാതായപ്പോൾ കമ്പനിയിൽ നിന്നും പറഞ്ഞു വിട്ട ചില റൗഡികളുടെ ആക്രമണത്തിൽ മാനസികമായി തകർന്നു കഴിഞ്ഞപ്പോൾ ആത്മഹത്യ ചെയ്തു അയാൾ. അത് നിന്റെ
ഫാത്തിമ ബേഗം VC കമ്പനിയിൽ നിന്ന് ലോൺ വാങ്ങിയ ശേഷം മനസ്സിന് ഇഷ്ടപ്പെട്ട സ്ഥലം വാങ്ങി. VC കമ്പനിക്ക് പലിശയ്ക്ക് മേൽ പലിശയായപ്പോൾ VC കമ്പനിയുടെ മാനേജ്മെന്റ് ബലമായി തന്നെ ആ സ്ഥലം പിടിച്ചെടുക്കുകയായിരുന്നു. ആ മാനസിക വിഷമത്തിൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുകയായിരുന്നു അയാൾ. അത് നിങ്ങളുടെ അമ്മ. തന്റെ അച്ഛൻ ശിവനാരായണൻ ലോൺ എടുത്തത് VC കമ്പനിയിൽ നിന്നല്ലേ? നിങ്ങൾ എല്ലാവരും ചേർന്നാണ് വിക്രത്തിനെ കൊന്നുകളഞ്ഞത്. ഇല്ല സാർ, ഞാനൊന്നും ചെയ്തില്ല. നോ സാർ, ഞാൻ വിക്രമനെ കൊല്ലാൻ തന്നെയാണ് കമ്പനിയിൽ ജോയിൻ ചെയ്തത്. പക്ഷെ നൈറ്റ് പാർട്ടിയിൽ ആരോ ഡ്രിങ്കിൽ എന്തോ കലർത്തിയതുകൊണ്ട് ഞങ്ങൾ മയങ്ങി വീണു. ഉണർന്നു നോക്കിയപ്പോഴേക്കും വിക്രം സാർ മരിച്ചിരുന്നു. അതുകൊണ്ട് വിക്രത്തിനെ എനിക്ക് കൊല്ലാൻ പറ്റിയില്ല. വിക്രം മരിച്ചതിൽ എനിക്ക് വിഷമമുണ്ട്, പക്ഷെ എനിക്ക് കൊല്ലാൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമാ. എത്ര ചോദിച്ചാലും നിങ്ങൾ സത്യം പറയില്ല അല്ലേ? ഇനി ബ്രെയിൻ ഞാൻ ചെക്ക് ചെയ്യാൻ പോവാൻ. രുദ്ര, വിഷ്വൽ പോളിഗ്രാഫിയോട് വരാൻ പറ. അങ്ങനെ ഒരു ടെക്നോളജി ഈ ലോകത്ത് എവിടെയും ഇല്ല. അത് നിനക്കും എനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ, അവൾക്കറിയില്ലല്ലോ. എക്സ്ക്യൂസ് മീ, വിഷ്വൽ പോളിഗ്രാഫി എന്ന് വെച്ചാൽ? നിങ്ങളെപ്പോലുള്ളവരുടെ ക്രിമിനൽ ബ്രെയിൻസ് സ്കാൻ ചെയ്ത് യഥാർത്ഥ വിഷ്വൽ കാണിക്കും. ഇനിയെങ്കിലും സത്യം പറ ദിവ്യ, നീ തന്നെയല്ലേ വിക്രത്തിനെ കൊന്നത്? തോക്കിന്റെ പുറത്ത് നിന്റെ കൈരേഖയാണ് കണ്ടത്. ഇനി രക്ഷപ്പെടാനാവില്ല. അന്ന് രാത്രിയിൽ എന്താണ് സംഭവിച്ചത്? സോ പ്ലാൻ എന്താ? പ്ലാനൊക്കെ പിന്നീട്. ഫസ്റ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കണം. നമ്മുടെ കമ്പനിയിൽ ഇപ്പോൾ 5000 കോടിയോളം ഇരിപ്പുണ്ട്. അതിൽ 4000 കോടി എൻ്റെ കൈവശം വരണം. 1000 കോടി നിങ്ങൾക്ക്. നീ വന്ന വഴി ഒരിക്കലും മറക്കണ്ട. എൻ്റെ കാൽച്ചോട്ടിലിരുന്നുകൊണ്ട് നിങ്ങളാണ് എൻ്റെ ദൈവം എന്ന് പറഞ്ഞതും മറക്കണ്ട. എൻ്റെ കയ്യിൽ നിന്നുള്ള എച്ചില് മാത്രം തിന്ന് വളർന്ന ഒരുത്തനാ നീ. നീ എനിക്ക് പിച്ചു തരേ? എടാ രാജവർദ്ധ, വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കണം. എൻ്റെ കഴിവുകൾ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറ്റി കമ്പനിയെ ഇന്ന് ഈ നിലയിലെത്തിച്ചത് ഞാനാ. I, the face of this company. അങ്ങനെ നായയെപ്പോലെ കാൽക്കീഴിൽ നിൽക്കുന്ന കരുതി നരിയെപ്പോലെ തന്ത്രം മനയായിരുന്നല്ലേ. ഈ രാജവർദ്ധൻ്റെ അടുത്ത് തന്നെ വേണോ നിന്റെ പൊളിറ്റിക്സ്? ആയുസത്താണ്ട് ചാവേണ്ടി വരും. എന്നെ ഭീഷണിപ്പെടുത്തുവാണോ നീ? വിക്രം, നോ. ഒരു തോക്ക് കണ്ട പേടിക്കുന്നു കരുതിയോ? നിന്റെ ഈ സർക്കസൊക്കെ ചെറിയ പിള്ളേരോട് കാണിച്ചാൽ മതി. ഇനിയുള്ള നിന്റെ ദിവസങ്ങൾ എണ്ണി തുടങ്ങിക്കോ. Get out! Out! വിക്രം റിലാക്സ് പ്ലീസ്. വിക്രം ഇരിക്കെ പ്ലീസ്. റിലാക്സ് വിക്രം. എല്ലാം നിങ്ങൾ തന്നെ അങ്ങ് എടുത്താ
പിന്നെ എനിക്കെന്താ ഉള്ളേ? എന്റെ കോൺട്രിബ്യൂഷൻ ഒന്നുമില്ല ഇതില്. വാട്ട് അബൌട്ട് മൈ ഷെയർ? നിന്നെ ഇതിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. ഷെയർ വാങ്ങാനുള്ള യോഗ്യതയൊന്നുമില്ല. യു ആർ എ ബിച്ച്. കമ്പനിക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അവസാനം എനിക്ക് കിട്ടിയ പേരിതാണോ? എന്നെ എന്റെ മുഖത്ത് നോക്കി പിച്ചെന്ന് പറഞ്ഞു. വിളിച്ചല്ലേ? ഞാൻ നിനച്ചാണല്ലേ? യു ആർ സൺ ഓഫ് ഇത്രയേറെ ക്ലോസ് ആയിട്ട് ബിസിനസ് പാർട്ണറായ വിക്രം ചക്രവർത്തിയെ എന്തിനാണ് നീ കൊന്നത്? വിശ്വാസവഞ്ചന. അവൻ എല്ലാ കാര്യങ്ങൾക്കും എന്നെ ഉപയോഗിച്ചിട്ട് അവസാനം പറഞ്ഞു എന്നെ കൊന്നു. അവനെ അതുകൊണ്ടാ കൊന്നു കളഞ്ഞവനെ. രാജവർദ്ധന്റെ പിയ ചോട്ടായെ എന്തിനാണ് കൊന്നത്? ഫോർ വാട്ട്? VC കമ്പനിയില് ചോട്ടയ്ക്ക് ഒരു ഷെയർ വേണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചത് കൊണ്ടാ അവനെ കൊന്നത്. അവൻ തീർന്നില്ലേ? അപ്പൊ നിങ്ങളുടെ കമ്പനി ജോലി ചെയ്തിരുന്ന സഞ്ജയ് കുമാറിനെ എന്തിനാണ് കൊന്നത്? കമ്പനിക്കുള്ളിൽ നടക്കുന്ന എല്ലാ ഫ്രോഡുകളും തിരിച്ചറിഞ്ഞ സഞ്ജയ് പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുമെന്നും പറഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി. അങ്ങനെ വല്ല നടക്കുവാണെങ്കിൽ കമ്പനിക്കാകെ ചീത്തപ്പേരായിട്ട് കൊലാപ്സ് ആവുമല്ലോ എന്ന് പേടിച്ച് കൊന്നുകളഞ്ഞു. രുദ്ര, അറസ്റ്റ് ഹെയർ. വിക്രം മർഡർ കേസ് നിഗമനത്തിലെത്തി. വിക്രത്തിന്റെ മരണം ഒരു നന്മയ്ക്ക് കാരണമായി. അദ്ദേഹത്തിന് മരണം സംഭവിച്ചില്ലായിരുന്നെങ്കിൽ നമ്മുടെ നാടിന്റെ നാശത്തിന് തന്നെ കാരണമായേനെ.
വിക്രം കേസിലെ കുറ്റവാളികളായ ദിവ്യയെയും രാജവർദ്ധനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഹലോ. ഹലോ സാർ, സനാതനന് ഫോൺ ചെയ്തിട്ട് കിട്ടുന്നില്ല. അവിടെയുണ്ടോ സാർ? യെസ് സാർ, ഇവിടെയുണ്ട്. വിക്രമിന്റെ കേസ് സോൾവ് ആയി. ആൻഡ് ദിവ്യാസ് ദ കില്ലർ. ഇല്ല സാർ, കേസ് ഇപ്പൊ സ്റ്റാർട്ട് ആവുന്നതേ ഉള്ളൂ. വാട്ട്? എന്താ പറയുന്നത്? വിക്രം ബോഡിയിൽ ഡബിൾ DNA കാണുന്നുണ്ട് സാർ. അതിൽ വേറൊരാളുടെ ബോണുണ്ട്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. വിക്രമിനെ ബോൺ ബുള്ളറ്റ് വെച്ചാണ് കൊന്നിരിക്കുന്നത്. സനാതൻ, വിക്രമിനെ കൊന്നത് ബോൺ ബുള്ളറ്റ് ഉപയോഗിച്ചിട്ടാണെന്ന് ലാബിൽ നിന്ന് ഡോക്ടർ പറയുന്നു. എനിക്കറിയാം. നിനക്കറിയാന്നോ? പറയൂരുദ്ര. സനാതൻ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. സഞ്ജയുടെ ഡെത്തിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാർഡിയാക് അറസ്റ്റ് ആകുന്ന രീതിയിൽ ഡ്രഗ് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. സഞ്ജയ് ആരോ മനഃപൂർവ്വം കൊന്നതാ. സഞ്ജയ്, ഒന്നുമില്ലടാ, ഓഫീസിലെ ടെൻഷൻ. BC ഫൈനാൻസ് കമ്പനിയിൽ കുറച്ച് കുഴപ്പങ്ങൾ നടക്കുന്നുണ്ട്, അതാണ് എൻ്റെ ടെൻഷൻ. സഞ്ജയുടെ മദ്യത്തിൽ ഹാർട്ട് അറ്റാക്ക് വരുന്ന രീതിയിലുള്ള ഡ്രഗ്സ് മിക്സ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് സഞ്ജയ് ഹൃദയസ്തംഭനം മൂലം മരിച്ചത്. സഞ്ജയുടെ ഡെത്തിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. വിക്രം മർഡർ കേസ് നിഗമനത്തിലെത്തി. വിക്രത്തിന്റെ മരണം ഒരു നന്മയ്ക്ക് കാരണമായി. അദ്ദേഹത്തിന് മരണം സംഭവിച്ചില്ലായിരുന്നെങ്കിൽ നമ്മുടെ നാടിന്റെ നാശത്തിന് തന്നെ കാരണമായേനെ. വിക്രം കേസിലെ കുറ്റവാളികളായ ദിവ്യയെയും രാജവർദ്ധനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഹലോ. ഹലോ സാർ, സനാതനന് ഫോൺ ചെയ്തിട്ട് കിട്ടുന്നില്ല. അവിടെയുണ്ടോ സാർ? യെസ് സാർ, ഇവിടെയുണ്ട്. വിക്രമിന്റെ കേസ് സോൾവ് ആയി. ആൻഡ് ദിവ്യാസ് ദ കില്ലർ. ഇല്ല സാർ, കേസ് ഇപ്പൊ സ്റ്റാർട്ട് ആവുന്നതേ ഉള്ളൂ. വാട്ട്? എന്താ പറയുന്നത്? വിക്രം ബോഡിയിൽ ഡബിൾ DNA കാണുന്നുണ്ട് സാർ. അതിൽ വേറൊരാളുടെ ബോണുണ്ട്. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. വിക്രമിനെ ബോൺ ബുള്ളറ്റ് വെച്ചാണ് കൊന്നിരിക്കുന്നത്. സനാതൻ, വിക്രമിനെ കൊന്നത് ബോൺ ബുള്ളറ്റ് ഉപയോഗിച്ചിട്ടാണെന്ന് ലാബിൽ നിന്ന് ഡോക്ടർ പറയുന്നു. എനിക്കറിയാം. നിനക്കറിയാന്നോ? പറയൂരുദ്ര. സനാതൻ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. സഞ്ജയുടെ ഡെത്തിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാർഡിയാക് അറസ്റ്റ് ആകുന്ന രീതിയിൽ ഡ്രഗ് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. സഞ്ജയ് ആരോ മനഃപൂർവ്വം കൊന്നതാ. സഞ്ജയ്, ഒന്നുമില്ലടാ, ഓഫീസിലെ ടെൻഷൻ. BC ഫൈനാൻസ് കമ്പനിയിൽ കുറച്ച് കുഴപ്പങ്ങൾ നടക്കുന്നുണ്ട്, അതാണ് എൻ്റെ ടെൻഷൻ. സഞ്ജയുടെ മദ്യത്തിൽ ഹാർട്ട് അറ്റാക്ക് വരുന്ന രീതിയിലുള്ള ഡ്രഗ്സ് മിക്സ് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് സഞ്ജയ് ഹൃദയസ്തംഭനം മൂലം മരിച്ചത്. സഞ്ജയുടെ ഡെത്തിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കാർഡിയാക് അറസ്റ്റ് ആകുന്ന രീതിയിൽ ഡ്രഗ് ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ട്രെയിനിങ് നന്നായിട്ട് പൂർത്തിയാക്കിയതുകൊണ്ട് നിങ്ങളുടെ ബുദ്ധിയെ ഞാനൊന്ന് പരീക്ഷിക്കാൻ പോവുകയാണ്. ഈ VC കമ്പനി ഫൈനാൻസിന്റെ പേരിൽ വലിയൊരു തട്ടിപ്പ് തന്നെ നടത്തുകയാണ്. എത്രയോ പാവങ്ങളുടെ ജീവിതമാണ് ഇവർ നശിപ്പിച്ചത്. അതിൽ എൻ്റെ ബാല്യകാല സുഹൃത്ത് ശിവനാരായണനും അതിൽ ബലിയാടായി. ഇതൊരു റെയർ ഗണ്ണാണ്. ഇത് തലമുറകളായി എൻ്റെ കയ്യിൽ വന്നതാ. ഇതെൻ്റെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കാമെന്ന് വെച്ചാൽ എനിക്ക് മക്കളില്ല. ഇതുവരെയും എനിക്കിത് ഉപയോഗിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. അങ്ങനെ ആയിരിക്കണം നീയുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
ഇത് സഞ്ജയുടെ റിവെഞ്ച് മാത്രമല്ല, VC കമ്പനിയിൽ ചതിക്കപ്പെട്ട എല്ലാവർക്കും വേണ്ടിയുള്ള റിവെഞ്ചും കൂടിയാണിത്. മാത്രമല്ല, ആ കമ്പനിയിൽ വഞ്ചിക്കപ്പെട്ട എല്ലാവർക്കും അവരുടെ പണം തിരിച്ചു കിട്ടണം. അതാണ് എൻ്റെ ടാർഗറ്റ്. സഞ്ജയ്, നിന്നെ എന്നിൽ നിന്നും അടർത്തിയവന്മാരുടെ ലൈഫ് എൻ്റെ കൈകളിൽ തന്നെയാണിപ്പോൾ. ഇതൊരു പകരം വീട്ടിലാണെന്ന് മാത്രം വിചാരിക്കേണ്ട. എൻ്റെ കടമയാണ് ഞാൻ ചെയ്യുന്നത്. അതിന് നീ തന്നെയാണ് എൻ്റെ ആയുധം. കൊല ചെയ്യുന്നത് ഞാനല്ല, നീയാണ് സഞ്ജയ്. മനുഷ്യനെ മനുഷ്യൻ കൊല്ലാൻ ഒരിക്കലും പാടുള്ളതല്ല. പക്ഷേ ഒരു മനുഷ്യൻ രാക്ഷസനായി മാറുമ്പോൾ അവനെ കൊല്ലുന്നതിൽ തെറ്റില്ല. ഇത് ഞാൻ പറഞ്ഞ വാക്കുകളല്ല, പുരാണത്തിൽ എഴുതിയിരിക്കുന്നതാണ്. ഇങ്ങനെയെങ്കിലും നിന്റെ ആത്മാവിന് ശാന്തി ലഭിക്കട്ടെ. ഇനി ധർമ്മത്തിലൂടെ മാത്രമാണ് എൻ്റെ യാത്ര. കുരുക്ഷേത്രത്തിൽ ശകുനി തൻ്റെ പിതാവിൻ്റെ ചിതാഭസ്മം അധർമ്മത്തിന് ആയുധമാക്കി. എന്നാൽ ഞാൻ എൻ്റെ ചേട്ടൻ്റെ ചിതാഭസ്മം ധർമ്മത്തിന് വേണ്ടി ആയുധമാക്കി മാറ്റി. അതാണ് ഈ ബോൺ ബുള്ളറ്റ്. ആരാടാ നീ? സഞ്ജയ്. അവനിപ്പോഴും ജീവനോടുണ്ടോ? നിന്നെ കൊല്ലാൻ പോകുന്നത് ഞാനല്ലടാ, സഞ്ജയ്. സനാതൻ, നീ എത്രയും പെട്ടെന്ന് VC കമ്പനിയിലേക്ക് വരണം. ഫോർവേഡ്. VC കമ്പനി വിക്രം ചക്രവർത്തിയുടെ മരണം നടന്നിരിക്കുകയാണ്. യു നീഡ് ടു ഇൻവെസ്റ്റിഗേറ്റ് ദിസ് കേസ്. I am on my way. ഇനിയെങ്കിലും ജനങ്ങൾ ഇതുപോലെ ചതിക്കുന്ന കമ്പനികളെ ഒരിക്കലും വിശ്വസിക്കാതെ ജാഗരൂകരാവണമെന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ചു. വിക്രം കൊലക്കേസ് നല്ല രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തതിന് CSI ഓഫീസർ സനാതനനെ സർക്കാർ നേരിട്ട് അഭിനന്ദിച്ചു. വിക്രം കമ്പനി മൂലം നഷ്ടമേർപ്പെട്ട ജനങ്ങൾക്ക് അതേ കമ്പനി മുഖാന്തരം അവരുടെ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിക്കുന്നതാണ്. സനാതന ധർമ്മം ഫോളോ ചെയ്ത് കർമ്മഫലം വിക്രം ചക്രവർത്തിക്ക് സ്വായത്തമാക്കി. വിക്രം നടത്തിയ സ്കാം ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാനിത് ടേക്ക് ഓവർ ചെയ്തത്. പക്ഷേ ഈ 3 ബുള്ളറ്റ്സ് എങ്ങനെ വന്നു എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇൻട്രസ്റ്റോടെ അറ്റൻഷനോടെ ഈ കേസ് കണ്ടുപിടിക്കാൻ ഇറങ്ങിയത്. ബുള്ളറ്റ്സ് പതിഞ്ഞ അടയാളം കണ്ടിട്ട് ഇത് ചെയ്തത് 2 പേരാകാനാണ് സാധ്യത. Sanathan, are you ready for your next crime scene in investigation?